ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് ഇന്ന് നമുക്കുള്ളത് അറിയാം, ഇറ്റ്സ് മീ റിയൽമി എന്ന് പറയുന്ന സെഷനാണ്. അപ്പോൾ ഇറ്റ്സ് മീ റിയൽമി എന്ന് പറയുന്ന സെഷനിലേക്ക് നമുക്കിന്ന് വളരെ നല്ലൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഗസ്റ്റിനെ നമുക്ക് വെൽക്കം ചെയ്യണം. അതേപോലെ തന്നെ ഇറ്റ്സ് മീ റിയൽമി എന്നുള്ള സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നടത്തുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷനാണ്. അതായത് നമ്മളുടെ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള ചേഞ്ചസ്, ആ ചേഞ്ചസ് ഷെയർ ചെയ്യുകയും അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നോളജ് നൽകുകയും പ്രതീക്ഷ നൽകുകയും കോൺഫിഡൻസ് നൽകുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്, പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇറ്റ്സ് മീ റിയൽമി എന്ന് പറയുന്ന സെഷൻ. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് എല്ലാ ഗ്രൂപ്പിലും എന്ത് ചെയ്യണം, ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, അയക്കണേ. ഓക്കെ, ജസ്റ്റ് ഓക്കെ, എല്ലാവർക്കും അയക്കണം കേട്ടോ. ഓക്കെ. ഓക്കെ, സോ ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി, ഇപ്പൊ തന്നെ ചെയ്യാം. എന്നാലാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഒരു ഇറ്റ്സ് മീ റിയൽമി സെഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ നിങ്ങൾ എല്ലാവരും റെഡി ആണോ? ഇഫ് യു ആർ റെഡി ഫോർ ടുഡേ സെഷൻ, ഇന്നത്തെ സെഷൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. സോ ലെറ്റ്സ് വെൽക്കം. നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഓൺ ആർ ഇ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ ആർ ഇ. നിങ്ങൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ വേണം. സോ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷനിൽ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ഓൺ ആർ ഇ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ ആർ ഇ. ഓക്കെ ഓക്കെ, ഓൾ റൈറ്റ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. സോ നമ്മുടെ ഗസ്റ്റ് ഇവിടെ റെഡിയാണ്. സോ ഗസ്റ്റിനെ നമുക്ക് വിളിക്കാം. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓരോ സെഷനിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു സെഷനിൽ വന്നിരിക്കുന്ന ഗസ്റ്റ് മിസ്റ്റർ വിപിൻ രാജ്. വിപിൻ രാജ്, ആർ യു ദെയർ? യെസ്, ഐ നോ യു ആർ ദെയർ. വെൽക്കം ടു ടുഡേ സെഷൻ. നമ്മുടെ സെഷനിലേക്ക് നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യാണ്. ഹലോ, സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിപിൻ രാജ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമായിട്ടിരിക്കും സർ, നന്നായി പോകുന്നത്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? എന്റെ സ്വദേശം പത്തനംതിട്ടയാണ്. ഉം. കറന്റ് ഇപ്പൊ ഞാൻ എറണാകുളത്താണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത്. താമസിക്കുന്ന എറണാകുളത്താണ്. സോ അതെ അതെ. വിപിൻ രാജ്, നമ്മളുടെ ഈ ഒരു നിലവിൽ എന്താണ് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്, നിങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ ഫാമിലി, മറ്റുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഇവിടെയുള്ളവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ. സോ എന്റെ പേര് എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. എന്റെ പേര് വിപിൻ രാജ് എന്നാണ്. എന്റെ പ്രൊഫഷൻ വൈസ് ഞാനൊരു നേഴ്സാണ്. ഞാൻ MSc നഴ്സിംഗ് കഴിഞ്ഞ വ്യക്തിയാണ്. പ്ലസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ MBA ചെയ്തിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഞാൻ കറന്റ് അതുപോലെ തന്നെ ഞാൻ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാനൊരു കുറച്ച് ലോങ് ലീവിലാണ്. ഞാനൊരു ഇടയ്ക്കൊരു ബിസിനസ് ഞാൻ റൺ ചെയ്യുന്നുണ്ട് എറണാകുളത്ത്. ഒരു ആയുർവേദ ക്ലിനിക്കാണ്. എൻ്റെ ഫാമിലി പറയുകയാണെങ്കിൽ വൈഫ് ടീച്ചറാണ്. അങ്കമാലിയിലാണ് വർക്ക് ചെയ്യുന്നത്. വൈഫിന് ചെങ്ങന്നൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോഴത്തേക്കിനാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയത്. ഞങ്ങൾക്കൊരു കുട്ടിയാണുള്ളത്, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ എറണാകുളത്താണ്. ഇപ്പൊ ഒരു കഴിഞ്ഞ ഏകദേശം 2 വർഷത്തോളമായിട്ട് എറണാകുളത്താണ് താമസിക്കുന്നതൊക്കെ. സോ ഇതാണ് ഒരു പ്രൊഫൈൽ അല്ലേ? സോ വെരി അതെ ഗുഡ്, താങ്ക് യു താങ്ക് യു. അപ്പോൾ ഇനി ഞാൻ ചോദിക്കുകയാണെന്ന് വെച്ചാൽ, ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹീലിംഗ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വേണം അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ആവശ്യകത മനസ്സിലാക്കി എടുത്തിട്ടുള്ളത്? എപ്പോഴാണ് അത് സംഭവിച്ചത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജോലിയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓക്കെ ഫീൽഡിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാനൊരു കംഫർട്ട് സോണിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പെട്ടെന്നാണ് നമുക്ക് അങ്ങനെ ഒരു പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാം, ഒരു ബിസിനസ് സംരംഭമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. വൈഫിന്റെ ജോലി ഷിഫ്റ്റ് ആയി എറണാകുളത്തേക്ക് പോകുന്നതും, അപ്പം നമ്മൾ അവിടെ ഒരു പ്രോജക്റ്റ് തുടങ്ങാമെന്നൊക്കെ ഉള്ള പ്ലാനിലേക്ക് വരുന്നതൊക്കെ. അപ്പം അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ആയി അങ്ങനെ പോവുകയായിരുന്നു. ഒരു എംപ്ലോയി ഒരു ബിസിനസ് കാറ്റഗറിയിലേക്ക് വരുന്ന ആ ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു വല്ലാത്തൊരു ഷിഫ്റ്റാണ്. അത് അതിന് വേണ്ട ഒരു മൈൻഡ് സെറ്റും അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളും ഒരു ചെറിയ കാര്യം അല്ലാതെ പിന്നീടാണ് എനിക്കതൊരു മനസ്സിലായത്. അപ്പൊ അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് വരുമ്പോഴത്തേക്കിനും ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാതെ ആയിട്ടുള്ള ബിസിനസ്സിലൊക്കെ ഉള്ള പ്രശ്നങ്ങളും ഇതിനെയൊക്കെ ഫേസ് ചെയ്യാനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടൊക്കെ ഉണ്ടാകുന്ന ടെൻഷൻസും അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ശരിക്കും ഞാൻ ഈ EFTയിലേക്ക് ഞാൻ ജോയിൻ ആവുന്നത്. ശരിക്കും ഞാൻ ഇതിനെ കുറിച്ചിട്ട് അങ്ങനെ കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ബ്രദർ അദ്ദേഹം ഇത് ചെയ്യുന്നുണ്ടായിരുന്നു.
കുറച്ച് നാളായിട്ട് EFTയും കാര്യങ്ങളെ കുറിച്ച് എന്നോട് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നീ ശരിക്കും വേറൊരു എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സും കൂടിയൊക്കെ ചെയ്യണം, മൈൻഡൊക്കെ എപ്പോഴും ഓക്കെ ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ അത് വലിയ ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ യൂഷ്വലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉം. ഒന്ന് അദ്ദേഹം ഇതുപോലെ ഒരു ദിവസം ഞാനിങ്ങനെ ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാ ദിവസവും ഒക്കെ ഇങ്ങനെ പുള്ളിക്കാരനുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ആം, ഇത് നീ മസ്റ്റായിട്ടും ഇതിലേക്ക് കയറണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് പറയുകയും അങ്ങനെ നിർബന്ധിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എൻ്റെ എൻ്റെ ബ്രദർ വഴിയാണ് ഞാൻ IFTയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഹലോ, ഓക്കെ. ഞാൻ വിസിബിൾ ആണോ? ഓക്കെ. അതായത് നിങ്ങൾ വിസിബിൾ ആണ്, പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് ആവുന്നുണ്ട്. അപ്പം എനിക്കറിയില്ല അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ. സൗണ്ട് നല്ല വ്യക്തമായിട്ട് കേൾക്കാം. ഓക്കെ. ഓക്കെ. അപ്പം വീഡിയോസ് പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന പോലെ. അത് അങ്ങനെ ഉണ്ടോ അതോ എനിക്ക് മാത്രമാണോ? എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ? നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഓക്കെ. വിപിൻ രാജ്, നിങ്ങളുടെ നെറ്റ്വർക്ക് ഇഷ്യൂനെ കാണിക്കുന്നുണ്ട്, പക്ഷെ സൗണ്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറിയിരുന്നിട്ട് നോക്കാം, കുഴപ്പമില്ല. കുഴപ്പമില്ല. ആയിക്കോട്ടെ, നിങ്ങൾ മാറി ഇരുന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ശരി ശരി. ഓൾ റൈറ്റ്. സോ അപ്പോൾ ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ, ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ എന്തായാലും പ്രത്യേകം ഇന്നത്തെ സെഷൻ ശ്രദ്ധിക്കുക, ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ. കാരണം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ബുദ്ധിമുട്ടും ചലഞ്ചസും എത്രത്തോളമാണെന്നും അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും EFT ഉപയോഗിച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ തീർച്ചയായിട്ടും ഒരു ഇൻസൈറ്റ്സ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഐ ആം റിയലി എക്സൈറ്റഡ് ഫോർ ടുഡേസ് സെഷൻ. വിപിൻ, റെഡിയാണോ? യെസ്. യെസ് യെസ്. ഓക്കെ. ഇപ്പൊ ഓക്കെ അല്ലേ സാർ? ലൈക്ക് ഐ തിങ്ക് സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ. ഐ തിങ്ക് നോക്കട്ടെ, 1 മിനിറ്റ്. വോയിസ് ഓക്കെയാണോ? വോയിസ് ഓക്കെയാണ്. വോയിസ് അല്ലെങ്കിൽ നേരത്തെയും ഓക്കെയാണ്. ശരി ശരി. ഓക്കെ. നിങ്ങളിപ്പോൾ എറണാകുളത്ത് തന്നെയാണോ ഉള്ളത് ഇന്ന്? അതെ അതെ അതെ. അല്ല, ഇപ്പൊ ഞാൻ ഇന്നിപ്പോ നാട്ടിലേക്കൊന്ന് വന്നതാണ്. ഇന്നലെ പത്തനംതിട്ടയിലേക്ക് ഒന്ന് വന്നതാണ് ജസ്റ്റ്. അതാണെന്ന് തോന്നുന്നു. ലൊക്കേഷൻ എന്താ പറയുക, അവിടുത്തെ ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു. കവറേജ് കുറച്ച് കുറവുള്ള ഏരിയ ആണെന്ന് തോന്നണോ, അറിയില്ല. അതെ അതെ. ഇവിടെ റേഞ്ചിന് വലിയ ബുദ്ധിമുട്ടില്ല, ചില സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാം എന്നുള്ളത് കൊണ്ട് ഇപ്പൊ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. സോ നമുക്ക് അങ്ങനെ ബിസിനസ്സിൽ ഉള്ള ആ ഒരു ട്രാൻസിഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ജോലി ചെയ്യുന്നു, അതിൽ നിന്ന് നേരെ ബിസിനസ്സിലേക്ക് വരുന്നു, ആ ഒരു ബിസിനസ്സിലേക്കുള്ള ട്രാൻസിഷൻ സംഗതികൾ സംഭവിച്ചുകൊണ്ടായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളും. നിങ്ങളുടെ ബിസിനസ് ആക്ച്വലി, വാട്ട് ഈസ് യുവർ ബിസിനസ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ബിസിനസ് യു ആർ ഡൂയിങ്? ഐ മീൻ, എനിക്കൊരു ആയുർവേദ ക്ലിനിക്കാണ് നടത്തുന്നത്. ഓക്കെ. ആക്ച്വലി ഞാനതൊരു ടൂറിസം ബേസ്ഡ് ആയിട്ടാണ്. നമ്മുടെ ലോക്കൽസിനേക്കാൾ ഉപരി ഫോറിനേഴ്സ് ആണ് കൂടുതലും വരുന്നത്. എസ്പെഷ്യലി അറബ്, UAE നിന്നൊക്കെയാണ് കൂടുതലും. അറബിക് ഗസ്റ്റുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഒരു 60% അറബ്സ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോ അവരുടെ അപ്പൊ അത് ചികിത്സകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കൂടുതലും. ഓക്കെ. സോ നിങ്ങൾക്ക് ക്ലിനിക് ആണോ ഉള്ളത്? അതെ അതോ അതെ അതെ അതെ. ഓക്കെ, നിങ്ങളുടെ ഒരു പ്രീമിയം ലെവൽ ക്ലിനിക് ആയിരിക്കും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ. അതിൽ നിങ്ങൾ എത്ര പേരുള്ള എംപ്ലോയീസ്, ടീം മെമ്പേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്, എത്രത്തോളം ഉണ്ട്? നമുക്ക് എല്ലാവരും കൂടി 11 പേരുണ്ട്, സ്റ്റാഫ്, ഡോക്ടേഴ്സ് ഉൾപ്പെടെ ഓക്കെ. സ്റ്റാഫ് വരുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഇൻട്രസ്റ്റിംഗ്. സോ ബിസിനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്റ്റാർട്ട് ചെയ്തു, അതുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ സംഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ചലഞ്ചസ് വന്നു എന്ന് പറഞ്ഞു. ആ ഒരു ചലഞ്ചസ്, അതിന്റെ സ്ട്രെസ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ, ഫാമിലി ലൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? എന്തെങ്കിലും ബാധിച്ചിരുന്നോ? ലൈക്ക് അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മളെ ലൈഫിന്റെ പല ഏരിയകളിലും നമ്മളത് ബാധിക്കും. ചിലപ്പോൾ നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, ആരോഗ്യത്തെ ബാധിക്കും, നമ്മളുടെ ഭക്ഷണശൈലിയെ ബാധിക്കും, നമ്മൾ വെയിറ്റ് കൂടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. ഇസ് ദർ എനി changes or affected like anything in specific areas? സാർ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും ബാധിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. Okay. എസ്പെഷ്യലി ഫാമിലി ലൈഫിൽ. കാരണം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു എംപ്ലോയി കാറ്റഗറിയിലുള്ള ആളുകളായിരുന്നു. അപ്പം എൻ്റെ വൈഫ് ഒരു ടീച്ചറാണ്. അപ്പം വൈഫിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും ലൈഫിൽ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു റിസ്ക് എടുത്തത്. ചെറിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആയിരുന്നില്ല. അത്യാവശ്യം നമ്മളെ സംബന്ധിച്ച് അതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ അത്രയും വലിയ റിസ്ക് എടുത്തപ്പോൾ തന്നെ വൈഫിന് ഭയങ്കരമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പൊ ഈ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് നീങ്ങുന്ന സമയമായപ്പോഴത്തേക്കിനും ശരിക്കും പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു കസ്റ്റമർ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും അറബിക് ഗസ്റ്റുകളൊക്കെയാണ് കൂടുതലും വരുന്നത്. എൻ്റെ പ്രൊജക്ടിന്റെ പേര് തന്നെ ഒരു അറബിക് വേർഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, മൗജാസ എന്ന് പറഞ്ഞത്. മൗജാസ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദിക് ക്ലിനിക്, അതാണ്. അപ്പം ഇതേപോലെ ഒരു
നോമ്പിന്റെ ഒക്കെ സമയമായപ്പോഴത്തേക്കും നമ്മൾ തുടങ്ങിയിട്ട് ഒരു സ്റ്റാർട്ടിങ് ടൈം ആയിരുന്നു. അപ്പൊ ഈ നോമ്പിന്റെ സമയമാകുമ്പോഴത്തേക്കിനും അറബ്സ് ആരും തന്നെ വരത്തില്ല. കംപ്ലീറ്റ് ഒരു ഷട്ട് ഡൗൺ ആണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. അപ്പം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു നോമ്പ് കാലം വരെയും, മാത്രമല്ല ഞങ്ങളുടെ സ്ഥാപനം ഇരിക്കുന്ന അവിടെ റോഡ് പണി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. റോഡ് പണി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5 മാസക്കാലം ഞങ്ങളുടെ ഫ്രണ്ടിലൂടെയുള്ള ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ഭാഗം കംപ്ലീറ്റ്ലി അടച്ചിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വണ്ടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. അപ്പൊ ഈ അറബ്സിന്റെ ഒക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ വണ്ടിയിൽ ഒരു AC വണ്ടിയിൽ വന്ന് അകത്തേക്ക് ഇറങ്ങി അതും AC-യിലേക്ക് തന്നെ ഇരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറെ നിർബന്ധ ബുദ്ധികളുള്ള ആളുകളാണല്ലോ. പൊതുവെ അവരെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ ഇങ്ങനെ അത്രയും കൂടി ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും കസ്റ്റമർ തീരെ വരുന്നില്ല. നമുക്ക് ഏകദേശം ഒരു 4 ലക്ഷം രൂപയോളം എക്സ്പെൻസ് മാത്രമുണ്ട് ഒരു മന്ത്. റെന്റും മറ്റു കാര്യങ്ങളും സാലറി എല്ലാം കൂടി വരാനായിട്ട്. അപ്പൊ ഇത് കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ട അവസ്ഥ തുടരെ തുടരെ വന്നുകൊണ്ടേയിരുന്നു. അപ്പൊ നമ്മളൊരു ബാക്കപ്പിന് വേണ്ടിയിട്ട് വച്ചിരുന്ന എമൗണ്ടും കാര്യങ്ങളെല്ലാം അങ്ങനെ അങ്ങോട്ട് കാലിയായി വരുന്ന സമയം കണ്ടപ്പോഴത്തേക്കിനും വൈഫിന് ഭയങ്കരമായ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി. ഉറക്കമില്ലാതെയായി, ഫുഡ് കഴിക്കാതെയായി. അത് ടോട്ടലി നമ്മുടെ ലൈഫിനെ ഭയങ്കരമായി ബാധിക്കുന്ന വലിയ രീതിയിലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വേണ്ടിയിരുന്നില്ല, നടത്തേണ്ടിയിരുന്നില്ല, എന്നാൽ വിൽക്കാം, നിർത്താം, വേറെ ആർക്കെങ്കിലും കൊടുക്കാം എന്നൊക്കെയുള്ള ചിന്താഗതി ഭയങ്കരമായ രീതിയിൽ. കാരണം നമ്മൾ ഇടയ്ക്ക് ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫാമിലി സപ്പോർട്ടൊക്കെ നമ്മൾ എടുക്കേണ്ടി വന്നു. അപ്പം നമ്മൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടായിട്ടും അത് മാറ്റിയിട്ട് പുതിയ ഇതിലേക്ക് പോകുന്നതിന് ഓൾറെഡി ഫാമിലിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ നിന്ന് വലിയ രീതിയിലുള്ള സാമ്പത്തികമൊക്കെ സഹായം നമ്മൾ ചോദിക്കുകയും അതൊക്കെ വാങ്ങുകയും അത് ഒരു നഷ്ടത്തിലേക്ക് അങ്ങനെ കൂപ്പുകുത്തുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് രക്ഷ? അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളായിരുന്നു. അപ്പൊ കുട്ടിയുടെ കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്കൂളിൽ നിന്ന് പ്രോബ്ലം വരുന്നു, എക്സാംസിനൊക്കെ അവന് മാർക്ക് കുറയുന്നു, ശ്രദ്ധിക്കുന്നില്ല, വൈഫിന് തീരെ ഉറക്കമില്ല, ഫുഡ് കഴിക്കുന്നില്ല, നമ്മളുടെ ഇടയിൽ തന്നെ തർക്കങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയുള്ള വളരെ മോശകരമായ രീതിയിലായിരുന്നു സമയത്ത് പോയിക്കൊണ്ടിരുന്നതൊക്കെ തന്നെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ EFT-യിലേക്ക് വരുന്നത്. EFT-യിലേക്ക് വന്നിട്ട് ഇപ്പം അതങ്ങനെ ഒരു കുറച്ച് ഐ തിങ്ക് ഒരു 2 വർഷത്തോളം അതങ്ങ് തുടർന്നു എന്നാണോ, അതല്ല കുറച്ച് എത്ര കാലം തുടർന്നു അത് ഈ ഒരു ഇഷ്യൂ? ഇല്ലില്ല, 2 വർഷത്തോളം തുടർന്നില്ല. ഞാനിപ്പം ടോട്ടലി ബിസിനസ് തുടങ്ങിയിട്ടാണ് ഏകദേശം 2 വർഷത്തോളം ആകുന്നു എന്ന് പറഞ്ഞത്. ഈ ഒരു സാഹചര്യം നമ്മൾ തുടങ്ങിയ ഒരു 6 മാസത്തിനകത്ത് നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. 6-7 മാസം കൊണ്ട് നടന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇതിനിടയ്ക്കാണ് നമ്മൾ EFT-യിലേക്ക് വരുന്നത്. സോ EFT-യിലേക്ക് അതിനിടയിലേക്ക് വരുന്നു. സോ EFT-യിലേക്ക് വന്നിട്ട് അതിന് എന്താണ് EFT-യിൽ വന്നതിന് ശേഷമുള്ള ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു, അല്ലെങ്കിൽ EFT-യിലേക്ക് വന്നിട്ട് എന്തെല്ലാം സംഭവിച്ചു? ഓക്കെ, ശരിക്കും പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. ഞാൻ എപ്പോഴും ഇതിന്റെ ലോജിക്കിനെ കുറിച്ച് മാത്രം ഭയങ്കര ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. പറഞ്ഞാൽ ഞാൻ പൊതുവേ നഴ്സിംഗ് ആണ് പഠിച്ചത്. അപ്പം എപ്പോഴും നമ്മൾ അതിന്റെ ബാക്കിലുള്ള ഒരു സയൻസിനെ കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഒരു അസുഖം ഉണ്ടാണെങ്കിലും ഒരു മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ എന്താണ് ഇതിന്റെ പത്തോഫിസിയോളജി, എങ്ങനെയാണ് ഇതിനെ ആക്ട് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിനിലാണെങ്കിലും ബോഡിയിലൊക്കെ എങ്ങനെ ഇത് ആക്ട് ചെയ്യും, എന്ത് പ്രോസസ്സ് നടന്നിട്ടാണ് ഈ മെഡിസിൻ നമുക്ക് റിസൾട്ട് തരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന, അങ്ങനെ ലോജിക്കലി കുറച്ച് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോ അങ്ങനെ വന്നിട്ട് ഇപ്പൊ ബ്രദർ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞ ബ്രദർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇതിലേക്ക് വരുന്നത്. കാരണം എനിക്ക് ആളെ അത്ര വിശ്വാസമാണെന്ന് പറയുന്നതിന് അതിനകത്തിൽ ഒരു ഹിസ്റ്ററി ഉണ്ട് ചെറുതായിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബ്രദർ ഒരു പേഷ്യന്റ് ആണ്. അദ്ദേഹം 2 കിഡ്നികളും തകരാറിലായി, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. ഡയാലിസിസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ഏകദേശം 42 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. ഇതുപോലെ തന്നെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒരു ചെറിയൊരു ഫാമിലിയാണ്, കുഞ്ഞു കുട്ടിയാണ്. അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ചേട്ടനാണ്, കസിനാണ്. അപ്പം കൊച്ചുകുട്ടിയാണ്, എന്റെ കുട്ടീനേക്കാളും ചെറുതാണ് ചേട്ടന്റെ കുട്ടി എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹം ഒരു പേഷ്യന്റ് ആണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഭയങ്കര ടെൻഷനിൽ ജീവിക്കുന്നു. പക്ഷെ പുള്ളി ഇത്രയും 2 കിഡ്നിയും പോയി, ഒരാളിനി കിഡ്നി കൊടുത്തെങ്കിലേ ഇനി മുന്നോട്ടുള്ള ജീവിതം ഒക്കെ ആവുള്ളൂ. പക്ഷെ ആള് ഭയങ്കര ഹാപ്പി വെച്ചാൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പുള്ളി. രാത്രിയിലൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്ന പുള്ളിക്കാരുണ്ട്. അപ്പം
അത് നോക്കുമ്പോഴാണ് ഇപ്പൊ പറയുന്നത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്. ഞാൻ നല്ല രീതിയിൽ പോസിറ്റീവാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല, നീയും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടിരിക്കണം, എന്നാലേ നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞ് എന്നെ ഇതാക്കി. അപ്പൊ എന്തായാലും ഉറപ്പാണ് ഇദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അത് റിസൾട്ട് ഉള്ള കാര്യമായിരിക്കും. അതെനിക്ക് 100% വിശ്വാസം. അപ്പൊ അങ്ങനെയാണ് ഞാൻ EFT-യിലേക്ക് വരുന്നത്. ആ പുള്ളിയുടെ ഒരു എനർജിയും കൂടെ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ അതെ. EFT-യിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആളുടെ പേര് ഹരി, ഐ തിങ്ക്, ഹരീഷ്, അതന്നെ ഹരീഷ് അല്ലേ? കുമാർ. ഹരീഷ് അതെ കുമാർ. അതെ അതെ ഐ നോ ഹിം. അതെ ഈസ് സോ ഉം. ഇൻസ്പയറിങ്. അതെ ഭയങ്കരമായിട്ട് എന്താ വെച്ചാല് പുള്ളി അതെ നമ്മുടെ അതെ അതെ സെഷനിൽ വന്നിരിക്കുമ്പോൾ എന്നോട് ഈ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉം. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് കൊടുക്കാൻ കാര്യം ചെയ്യുന്നത്. സച്ച് എ വെരി ഗുഡ് സോൾ ആൻഡ് വെരി പവർഫുൾ പേഴ്സൺ. ഐ മീൻ റിയലി റിയലി ഗംഭീരമാണ്. എന്താ പറയാ ആള് ഒരു വേറെ ലെവലാണ്. അതെ അപ്പൊ അതെ അതെ തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ അദ്ദേഹം ആ ഒരു സംഗതിയിൽ നിന്നാണ് ആ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾ കണ്ടു അല്ലെ? അങ്ങനെയാണ് അല്ലേ? തീർച്ചയായിട്ടും അത് ഞാൻ കണ്ടതാണ്. അത് കണ്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലായതാണ്. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്. കാരണം എങ്ങനെ ആള് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നു എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഇതാണ്. അതിനെക്കുറിച്ച് തന്നെ കുറെ നേരം സംസാരിക്കേണ്ടി വരും അത് പറയാനാണെങ്കിൽ. അല്ലേ? അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് ആള് പറഞ്ഞപ്പോഴാണ് കൺവിൻസ്ഡ് ആവുന്നത്. ലോജിക്കൽ അതെ തിങ്കർ അതെ അതെ ആയിട്ടുള്ള എന്ന് നിങ്ങൾ. വെച്ചാൽ ഞാൻ ഓക്കെ. ജോയിൻ ചെയ്യുന്ന എന്നെ നിർബന്ധിച്ച് പുള്ളിക്കാരൻ തന്നെയാണ് എന്റെ ആദ്യത്തെ ഫീസ് അടച്ചതും അദ്ദേഹം തന്നെയാണ് ജോയിൻ ചെയ്തത്. അതെ 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 അങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് ഇതിലേക്ക്. ഓക്കെ. അങ്ങനെ അപ്പൊ വന്നു. ഉം. വന്ന ആദ്യത്തെ ദിവസങ്ങളിലെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ ആദ്യം വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇതിലെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ നോക്കി ടാപ്പിങ്. അപ്പം എൻ്റെ അടുത്ത് അപ്പം ഇവിടെ ഇതിലെ തന്നെ സ്റ്റാഫുകളൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അസ്മാം എന്ന് പറഞ്ഞ മാം ഒക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇതിലൊക്കെ നോട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഈ ടാപ്പിംഗ് പോയിന്റും കാര്യങ്ങളൊക്കെ കണ്ടു. ആ, അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ വർക്കാവും, ഇതിനെക്കുറിച്ച് അതൊക്കെ തന്നെ ഞാൻ പിന്നെയും ചിന്തിക്കുന്നത് വന്നെങ്കിലും. അങ്ങനെ ഞാൻ ഒരു 2 ദിവസത്തെ ക്ലാസ്, തേർഡ് ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അന്ന് ഷാഫി സാറിന്റെ അല്ല, അന്ന് ഞാൻ ഫസ്റ്റ് ഞാൻ ക്ലാസ് കാണുന്നത് ഹാജിറാമാമിന്റെ ക്ലാസ് ആയിരുന്നു. അപ്പൊ എല്ലാവരും വന്നിരുന്നിട്ട് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു, ഇതൊക്കെ കാണിക്കുന്നു, ചെയ്യുന്നു. അപ്പൊ ഞാൻ അന്നേരം ആദ്യം മനസ്സിൽ വിചാരിച്ചു ഞാൻ ഇത് അധികം മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല, ഇതെന്താണ് എനിക്കിത് വർക്കൗട്ട് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണുമ്പോൾ അത്ര അക്സെപ്റ്റബിൾ അല്ല ഞാൻ. എന്നിരുന്നാലും ഞാൻ ചേട്ടൻ പറഞ്ഞല്ലേ എന്ന് വെച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തു, മുന്നോട്ട് പോയി. പിന്നെയാണ് ഷാഫി സാറിന്റെ സെഷനിലൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് സാർ സംസാരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ ഇപ്പൊ എന്നെ എന്തായാലും അറിയില്ല, എന്നെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ അങ്ങനെയൊന്നുമില്ല. ബട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഇതിലിരിക്കുന്ന ഓരോ ആൾക്കാരുടെ ലൈഫ് തന്നെയാണ് സാർ സംസാരിച്ച് വരുന്നത്. അവർ ഫേസ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം അത് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ തോന്നും. ഞാൻ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഇദ്ദേഹം ഈ പറയുന്നത്. അപ്പം ഇങ്ങനെ ഇരുന്ന് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ വന്നു, ഇദ്ദേഹമൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തോ സംതിങ് ഈസ് ദയർ, എന്തെങ്കിലും കാണും എന്നുള്ള ഒരു കാര്യം. അങ്ങനെ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ ഒരു ക്ലിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ ഭയങ്കര താറുമാറായി കിടക്കുന്നു, വൻ ഇഷ്യൂസ് ആണ്, ഭയങ്കര പ്രോബ്ലമാണ്. സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്നു, സാലറി കൊടുക്കാൻ പ്രശ്നം. ഓക്കെ, ഇത് ഓക്കെ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ശരിയാണ്, ഇറ്റ്സ് ഓക്കെ. ആ പ്രോബ്ലം അവിടെ ഉണ്ട്, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാനാണ് ഞാൻ ആദ്യം പഠിച്ചത്. പ്രോബ്ലം ഈസ് ദയർ, ഓക്കെ, അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ബട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. അതാണ് അതെനിക്ക് ഭയങ്കര ഒരു 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 എന്താ പറയുക, ഇൻസ്പിറേഷൻ ആണോ ഭയങ്കര ഒരു ക്ലിക്കാണോ എനിക്ക് അറിഞ്ഞൂടാ. അതാണ് എനിക്ക് EFT കിട്ടിയ ആദ്യത്തെ ക്ലിക്ക് എന്ന് പറയുന്നത്. പ്രോബ്ലം ഈസ് ദയർ, ഇറ്റ്സ് ഓക്കെ, അതവിടെ ഉണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ബട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് അതിനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും അത് മാറും എന്നൊക്കെയുള്ള ഒരു 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 വിശ്വാസം, ഒരു ട്രസ്റ്റ്, അതെനിക്ക് ഫസ്റ്റ് ബിൽഡ് ചെയ്ത് അവിടെ നിന്നാണ് പിന്നെ എനിക്ക് ഇതിലേക്കുള്ള ഒരു വിശ്വാസം ബിൽഡായി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതെനിക്കൊരു ഭയങ്കര ഒരു തിരിച്ചറിവായിരുന്നു. കാരണം വെച്ചാൽ ഈ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചറിവ്. എല്ലാ പ്രശ്നങ്ങളും, എല്ലാം പോസിറ്റീവ് ആയിക്കോട്ടെ, എല്ലാം നെഗറ്റീവ് ആയിക്കോട്ടെ, ഇത് നമ്മുടെ ഉള്ളിലാണ്. സോ നമ്മൾ ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടിരിക്കും നമ്മൾ ഇതിനെ പുറത്തോട്ട് പോസിറ്റീവായിട്ടാണോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ കാണുന്നത് എന്നുള്ളത്. ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളുടെ തോട്ട് പ്രോസസ്സും നമ്മൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മളുടെ ഈ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ. സോ അതിനെ ഒരു ഓക്കെ പറഞ്ഞ് അതിനെ പോസിറ്റീവ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഈ EFT എന്ന് പറയുന്നത്. അപ്പൊ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചേട്ടൻ പറയുമായിരുന്നു, നീ ഇതിന്റെ വലിയ, പുള്ളിക്കാരൻ എന്റെ സ്വഭാവം അറിയാം, പുള്ളി പറയും നീ ഒത്തിരി ലോജിക്കായിട്ട് കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട,
നീ ഉം. എന്താണോ ഇവിടെ പറഞ്ഞു തരുന്നത് അതങ്ങ് ചെയ്താൽ മതി, കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അത് മാറിക്കോളും എന്ന് അതെ, പറഞ്ഞു. അതെ. ആ. അപ്പം അപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ്. അപ്പൊ ഒരു ദിവസം ഇതിന്റെ ഒരു പ്രാക്ടീസ് സെഷന് വേണ്ടിയിട്ട് സാറ് ഇരിക്കുന്ന ടൈമിൽ ഉം. കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ ഓ. നമുക്ക് ചെറിയ ചെറിയ വേദനകളായിക്കോട്ടെ, അല്ലെ തലവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ശരീരത്തിൽ എന്തെങ്കിലും വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുക. ആദ്യമൊക്കെ ഇനീഷ്യലി നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്താൽ മതി, പിന്നീട് നമുക്ക് വലിയ ഇതിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറെ നാളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു എന്റെ ഈ റിസ്റ്റിന്റെ അവിടെ ചെറിയൊരു പെയിന്. അതായത് വാച്ച് കെട്ടുന്ന സൈഡിലായിട്ട് എനിക്ക് കൈ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനോ മറ്റു കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. എന്തോ ഒരു ചെറിയൊരു മുഴ പോലെ ഒരു ചെറിയൊരു ഒരു സംഭവം അവിടെ ഉണ്ട്. ഈ കൈ ഇങ്ങനെ തിരിക്കാനോ ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ നല്ല വേദന വരും അങ്ങനെ തിരിക്കുമ്പോൾ. ചുമ്മാ ഇരിക്കുമ്പോൾ വേദനയില്ല, എന്നാൽ അല്ലാതെ ട്വിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ടൈമിൽ ഒരു വേദന എപ്പോഴും ഉണ്ട്. അത് ഉം. അന്ന് ഞാൻ അത് എടുത്തേക്കാം എന്നൊക്കെ ഉള്ള ഒരു പരീക്ഷണാർത്ഥത്തിൽ അത് അങ്ങനെ എടുത്തിട്ട് EFT ചെയ്യാൻ നോക്കി, ടാപ്പിംഗ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദ്യത്തെ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തെന്നില്ലാത്തൊരു വ്യത്യാസമുണ്ട്. പക്ഷെ വേദന സ്റ്റിൽ ദയർ, അവിടെ ഉണ്ട്, പെയിൻ അവിടെ ഉണ്ട്. ബട്ട് അതിന് മുന്നേ വന്നോണ്ടിരുന്ന ഒരു 10-15 മിനിറ്റ് മുന്നേ ഉണ്ടായിരുന്ന പെയിൻ അവിടെ ഇല്ല. എനിക്ക് ഭയങ്കര അത്ഭുതം പോലെ തോന്നി. ഉം. അപ്പം സാർ പറഞ്ഞു ഒരു ഇതും കൂടി പോകാം, ഒരു റൗണ്ടും കൂടി പോകാം. ഗ്രൂപ്പായിട്ട് തന്നെയാണ് ചെയ്യുന്നത്, തന്നെയല്ല ചെയ്യുന്നത്, എല്ലാവരും കൂടി ഇരുന്നിട്ടൊക്കെ തന്നെയാണ്. അപ്പൊ പലരും പല റിസൾട്ട് ഒക്കെ വിളിച്ചു പറയുന്നത് എനിക്ക് 0 ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഉം. ഞാനിങ്ങനെ സ്കോർ ഇട്ടെന്നുണ്ടെങ്കിലും പക്ഷെ എനിക്ക് ഇങ്ങനെ സ്കോറിംഗ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ബട്ട് എനിക്ക് പ്രകടമായ ഒരു ചേഞ്ച് അവിടെ കാണുന്നുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ രണ്ടാമത്തെ ഒരു ഇതും കൂടെ പോയി. രണ്ടാമത്തെ ഒരു ഇതും കൂടെ ഒരു 10-15 മിനിറ്റ് ഒന്നും കൂടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ പെയിൻ അവിടെ ഇല്ല. എനിക്കത് പറയാനായിട്ട് ഭയങ്കര എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതാണോ എന്താന്ന് അറിഞ്ഞൂടാ. എനിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ പുള്ളിക്കാരനെ അപ്പഴത്തേന് ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഭയങ്കര മാറിപ്പോയി, എന്താ നടന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ പുള്ളിയും ചിരിയായിരുന്നുണ്ട്. അതങ്ങനെയാണ്, അതങ്ങനെയാണ്, നീ അത് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പം അതേ സെഷനില്, സെയിം സെഷനിൽ ഇതുപോലെ ഇപ്പൊ പല ആൾക്കാരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സാർ ഇതേ ചിരി ചിരിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനും ആദ്യം ഇതുപോലൊക്കെ തന്നെയായിരുന്നു, എനിക്കിങ്ങനെ വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലത്തെ ഒരു സെഷനിൽ എനിക്ക് ഇങ്ങനെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഷാഫി സാറിന്. അപ്പൊ ഇത് മാറിയതിലൂടെയാണ് എനിക്ക് ഇതിലേക്കുള്ള ട്രസ്റ്റ് ഭയങ്കരമായിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അപ്പോഴത്തേക്കും എനിക്ക് അതിനെ കുറെ കൂടിയൊക്കെ വിശ്വാസമായി തുടങ്ങി. ഞാൻ ആ നോട്ട്സ് കാര്യങ്ങളൊക്കെ തന്നതൊക്കെ കുറെ കൂടി കൂടുതൽ വായിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ എന്റെ ചേട്ടനോട് തന്നെ പറയാൻ തുടങ്ങി, നിങ്ങളല്ലേ പറഞ്ഞു ഇതിൽ ലോജിക്ക് ഇല്ല, ഇതിൽ ലോജിക്ക് ഉണ്ടല്ലോ, ഇതിൽ ലോജിക്ക് ഉള്ള കാര്യം തന്നെയാണല്ലോ പറയണത്. ഇത് ശരിക്കും സയന്റിഫിക് ആയിട്ട് തന്നെ ഇപ്പൊ ഓരോ ടാപ്പിംഗ് പോയിന്റും ഒക്കെ തന്നെ നമ്മുടെ വൈറ്റൽ പോയിന്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ, അതിൽ പ്രഷർ പോയിന്റ്സ് ആണ്. സോ അവിടെ ടാപ്പ് ചെയ്യുന്നതും കാര്യങ്ങളും അവിടെ നമ്മളിപ്പോ ആയുർവേദത്തിലാണെങ്കിൽ കൂടി മർമ്മ തെറാപ്പി എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ബേസിക്കലി ഇത് തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് അതൊരു വേറൊരു മോഡിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. എല്ലാ ടാപ്പിംഗ് പോയിന്റും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിലെ വൈറ്റൽ പോയിന്റ്സ് തന്നെയാണ്. സോ അവിടെയാണ് നമ്മൾ ടാപ്പ് ചെയ്ത് കാര്യങ്ങൾ ഇതാക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇമോഷണലി അതിലേക്ക് പറഞ്ഞ് ഇമോഷണലി അതിനെ ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത്. അതവിടെയാണ് ലോജിക്ക് ഇല്ലാതിരിക്കുന്നത്. അത് ഇറ്റ്സ് 100% ലോജിക്കായിട്ടുള്ള സയൻസ് തന്നെയാണെന്ന് ഞാൻ തന്നെ അതിനെ ഐഡന്റിഫൈ ചെയ്ത് ഞാൻ തന്നെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഓക്കെ. ആഹ് അങ്ങനെയാണ് പിന്നെ അതിലേക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആകുന്നത്. Yeah. പിന്നീട് അവിടെ തൊട്ട് മുന്നോട്ട് ശരിക്കും 100% ഇതിൽ ഞാൻ പിന്നെ എനിക്ക് പിന്നെ എന്താ ഭയങ്കര ചാർജായിട്ട് എത്രയും പെട്ടെന്ന് എല്ലാം കോഴിക്കോട് കയറി വരണം, അഡ്വാൻസ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ലെവലിലേക്ക് ആവാൻ തുടങ്ങി. ഉം. അതിനുശേഷം ഇപ്പൊ ഈ കൈയിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം ആണ് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള 1-to-1 സെഷൻസ് ഉണ്ടല്ലോ. ഈ 1 Yeah. മന്തില് ഇടയ്ക്ക് 1-to-1 സെഷൻ. അപ്പൊ എനിക്ക് എന്റെ മെന്റർ എന്ന് പറഞ്ഞ ഹാജിറാമായിരുന്നു. ഉം. സാറിന്റെ ഷഫി സാറിന്റെ തന്നെ സിസ്റ്ററും കൂടിയായ ഹാജിറാമായിരുന്നു. അപ്പൊ ആദ്യം ഫസ്റ്റ് ടൈം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ക്ലാസ് ഹാജിറമാമിനെ. അപ്പൊ ഞാൻ നോക്കിയപ്പം പുള്ളിക്കാരത്തി ഭയങ്കര മസിൽ പിടിച്ചിരിക്കുന്ന ഒരാളാണ്, ഒരു ഉം. ബലം പിടുത്തമുള്ള. ഞാൻ എങ്ങനെ ഇവരോട്ടൊക്കെ സഹകരിച്ച് പോകും, ഇവർ ചിരിക്കുന്നൊന്നും ഇല്ലല്ലോ, എന്റെ മെന്ററായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ആളോട് സംസാരിക്കും എന്നൊക്കെയുള്ള ഭയങ്കര ഡൗട്ടുകളൊക്കെ എനിക്ക് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം എനിക്ക് തലേദിവസം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന ദിവസം 11 മണിക്ക് 1-to-1 റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പം പിറ്റേ ദിവസം ഒരു സാറ്റർഡേ ആണ്. നമ്മളെ സംബന്ധിച്ച് വീക്കെൻഡ് ഏറ്റവും തിരക്കുള്ള ദിവസമാണ് ബിസിനസ്സിൽ. സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് നല്ല തിരക്കാണ്. ഉം. അപ്പൊ ഞാൻ ഒരു ദിവസം രാവിലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓഫീസിലോട്ട് പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അപ്പോഴേ ഞാൻ പെട്ടെന്ന് ഓർത്ത്, അയ്യോ ഇന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വലിയൊരു ബുക്കിംഗ് ഉണ്ട്. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ ലീവ് ആണെന്ന്.
അപ്പൊ അത് സീനിയർ ആയിട്ടുള്ള ആളാണ്. അപ്പൊ അവര് ശരിക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട ഒരാളാണ്. അപ്പൊ അന്നേ ദിവസം അവർ വിളിച്ചിട്ട് പറയുന്നു ലീവാണ്. അപ്പോഴത്തേക്കും എനിക്ക് എന്റെ ലെവൽ പോയി. കാരണം എന്ന് വെച്ചാൽ വലിയൊരു ബുക്കിംഗ് ആണ്. ഏജൻസി ത്രൂ ആണ് നമ്മൾ ഈ ഗസ്റ്റുകൾ വരുന്നത്. സോ ആ ഏജൻസിക്ക് നമ്മൾ അതിനുള്ള കമ്മീഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവരെ വെറുപ്പിക്കാൻ പറ്റുമല്ലോ. ഈ ഗസ്റ്റുകൾക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഏജൻസി അത് ഭയങ്കര പ്രോബ്ലം ആക്കും. നമുക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഒരു ഗസ്റ്റുകളെ വിടൂല. അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെന്നോണ്ടിരുന്നപ്പോ തന്നെ സ്റ്റാഫ് ഇല്ല, അവരിപ്പൊ തന്നെ വരും എന്നൊക്കെയുള്ള സിറ്റുവേഷൻ ആയി. അപ്പൊ ഉം. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആണ്. അപ്പോഴാണ് മാം ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ ഓക്കെ അല്ലേ, ഇതിലേക്ക് ഇരിക്കാം, ടാപ്പിംഗ് ചെയ്യാൻ ഓക്കെ ആണോ, നമുക്കിപ്പോ ഒരു ചെയ്യാന്ന് പറഞ്ഞു. ഹലോ, ഉം. ഉം. ഞാൻ വിസിബിൾ ആണോ? വിസിബിൾ വിസിബിൾ ഓക്കെ വിസിബിളാ. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു, മാം ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ, അത് കുഴപ്പമില്ല, അവിടെ സ്റ്റാഫ് ഇല്ലേ, അവർ മാനേജ് ചെയ്തോളും, നമുക്ക് ഇരിക്കാം. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈവേയുടെ സൈഡിൽ വണ്ടി നിർത്തി, നല്ല വെയിലൊക്കെ ഉണ്ട്, ഒരു 11-11:30 ആയപ്പോഴത്തേക്കിന് വണ്ടി സൈഡ് ഒതുക്കി, അവിടെ നിന്ന് തന്നെ ചെയ്യാന്ന് പറഞ്ഞ വണ്ടിക്കകത്തിരുന്ന് എന്നെ ടാപ്പ് ചെയ്യിക്കാൻ. അപ്പം എന്താണ് ടെൻഷൻ, ഞാൻ മര്യാദക്ക് ഇരിക്കുന്നില്ല. അപ്പൊ കാരണം എന്റെ ചിന്ത മുഴുവനും ഓഫീസിലാണ്. അവിടെ സ്റ്റാഫ് ഇല്ല, അവര് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവര് ബഹളാകും, അവര് മാനേജ് ചെയ്യാൻ ഓക്കെ ആവൂല, അവര് പോയി കഴിഞ്ഞാല് പിന്നെ എനിക്ക് ഏജൻസി വേറെ തരൂല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഗസ്റ്റുകൾ തീരെ കുറവായിരുന്നു. അപ്പം അന്നേ ദിവസം രാവിലെ ബുക്കിംഗ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെയ്യാൻ സ്റ്റാഫ് ഇല്ല എന്നുള്ള അവസ്ഥ. ഇപ്പൊ രണ്ടായാലും റിസൾട്ട് ഒന്നും തന്നെ ബിസിനസ് പോകും എന്നുള്ള അല്ലാത്ത ചിന്തകൾ. അപ്പൊ ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്തു ഇങ്ങനെയാണെന്നുള്ളത്. അത് കുഴപ്പമില്ല, അത് തൽക്കാലം നമുക്ക് ഇത് ടാപ്പ് ചെയ്യാം, ടാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഓക്കെ, എന്തായാലും ചെയ്യാം എന്ന് കരുതിയിട്ട് വണ്ടി ഒതുക്കി ടാപ്പിംഗ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഇങ്ങനെ സ്റ്റാഫുകളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ടാപ്പ് ചെയ്യുന്നത്. നമ്മൾ കമ്മിറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകളില്ല, അല്ലെങ്കിൽ കസ്റ്റമറിന്റെ എണ്ണം കുറവാണ്, ഇതെല്ലാം ഇങ്ങനത്തെ ചിന്തകൾ എന്നെ ഭയങ്കരമായിട്ട് അലട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് വരെ ഞാൻ കണ്ടതിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടാപ്പിംഗ് മെത്തേഡുമാണ് അന്ന് മാം യൂസ് ചെയ്തത്. വളരെ ഫാസ്റ്റ് ആയിട്ട് അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ചെയ്ത് ഒരു ഇത് കഴിഞ്ഞു. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവിടുന്ന് കോള് വന്നുകൊണ്ടേയിരിക്കുക. അപ്പം റിസപ്ഷന്റെ സ്റ്റാഫ് വന്ന് ലീവ്. അപ്പം വേറൊരു തെറാപ്പിസ്റ്റ് ആണെന്ന് റിസപ്ഷൻ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം എന്നെ വിളിച്ചോണ്ടിരിക്കുക, സാർ ഇവർ വന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അവർ റേറ്റിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എല്ലാവർക്കും കൂടി ഒന്നിച്ച് കയറാൻ പറ്റുന്നില്ലല്ലോ, സ്റ്റാഫ് കുറവാണ്, ഇങ്ങനെയൊക്കെ കംപ്ലൈന്റ് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ടാപ്പിങ്ങിന് ഇടയ്ക്ക് ഇതിനെ എടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ അത് ടാപ്പ് ചെയ്ത് മുന്നോട്ട് പോയി. അത് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കംപ്ലൈന്റ് ആയി അവിടെ. ഒരു വണ്ടിക്കാർക്ക് ഓക്കെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 പേര് മാത്രമൊക്കെ എടുത്തിട്ട് 7-8 പേരുണ്ടായിരുന്ന ഒരു ഗ്യാങ് ആണ്, ഒരു 2-3 പേര് മാത്രം ചെയ്തിട്ട് പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്യൂ ആയിട്ട് അവർ പോയി. അപ്പൊ ഓക്കെ, അപ്പൊ മാം പറഞ്ഞു കുഴപ്പമില്ല, സാരമില്ല, അത് പോയെങ്കിൽ നമുക്ക് വേറെ വന്നോളും, നമുക്ക് വരാനുള്ളത് എങ്ങും തങ്ങൂല എന്നൊക്കെ പറഞ്ഞിട്ട് ടാപ്പ് ചെയ്തു. പതുക്കെ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയി. അവർ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ആ വിഷമം അങ്ങോട്ട് പതുക്കെ മാറി, ടാപ്പിംഗ് ഒക്കെ കുറഞ്ഞ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്. അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു 30 മിനിറ്റ്സിനകത്ത് തീരേണ്ട ഒരു 1-to-1 സെഷൻ ഏകദേശം 1.5 മണിക്കൂറോളം എനിക്ക് നീണ്ടു. ആ പൊരിവെയിലത്ത് ഹൈവേയിൽ തന്നെ നിന്നുകൊണ്ട് അവിടെ തന്നെ വണ്ടിക്കകത്തിരുന്ന് അങ്ങനെ ചെയ്ത് ചെയ്ത് ഞാൻ മെന്റലി ഭയങ്കര ഓക്കെ ആയി. അവര് പോയെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, അടുത്ത വേറെ വന്നോളും എന്നൊക്കെ ഉള്ളൊരു ഒരു പീസ്ഫുൾ മൈൻഡിലേക്ക് ഞാൻ എത്തി. ആ ഒരു ടെൻഷൻസ് ഒക്കെ കംപ്ലീറ്റ് അങ്ങ് മാറി. സ്റ്റാഫ് ഇല്ലാത്തതിന്റെ കുഴപ്പമില്ല, സ്റ്റാഫ് ഇല്ലെങ്കിൽ നാളെ വേറെ സ്റ്റാഫിനെ പുതിയ എടുക്കാം, പുതിയ ആഡ് കൊടുക്കാം, ഏജൻസി വഴി നമുക്ക് പുതിയ സ്റ്റാഫിനെ എടുക്കാം എന്നൊക്കെ ഉള്ള അങ്ങനത്തെ വളരെ കൂളായിട്ടുള്ളൊരു ഇതിലേക്ക് മാറി ഞാൻ. മാറി. മാം കുറെ തവണ എന്നോട് ചോദിച്ചു, ഞാൻ ഓക്കെ ആണോ, ഓക്കെ ആണോ, 100% ഓക്കെ ആണോ. അപ്പം ഞാനൊരു ഓക്കെ ആണെന്ന് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം ആ 1-to-1 അവസാനിപ്പിച്ചത് മാം. അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് 1-2 സ്റ്റാഫുകൾ ഭയങ്കരമായിട്ട് അബദ്ധം കാണിച്ചതൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് അതിനെ നല്ല വഴക്ക് പറയണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പോകുന്നതെങ്കിലും അവിടെ ചെന്നിട്ട് ഞാൻ വഴക്കോ കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തില്ല. വളരെ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പതുക്കെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു കുറച്ച് പേര് ഇന്നോവ ഒരു വണ്ടിയിലാണ് അവർ വന്നിരുന്നത്. ആ ആ വണ്ടിയിനേക്കാളും വലിയൊരു വണ്ടി, അതൊരു ട്രാവലർ നിറയെ ആൾക്കാർ അന്നേ ദിവസം സെയിം ഡേയിൽ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് വന്നെന്ന് മാത്രമല്ല, അതേപോലെ അന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങോട്ട് നാട്ടിലേക്ക് പോരേണ്ട ഒരു ദിവസമായിരുന്നു. എനിക്ക് ഇറങ്ങാനേ പറ്റുന്നില്ല എന്റെ സ്ഥാപനത്തിൽ നിന്ന്, കാരണം അതുപോലെ തിരക്ക്, അത്ര ദിവസം വന്നതിനേക്കാൾ ഭീകരമായ തിരക്ക്. അപ്പൊ ഞാൻ ഈ അഫർമേഷൻസും ഒക്കെ അന്നേരം ഇതിൽ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് എന്റെ സ്ഥാപനത്തിലേക്ക് ഗസ്റ്റുകൾ വരണം എന്നൊക്കെയുള്ള അഫർമേഷൻസ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഞാൻ ഓക്കെ. എന്താണോ എഴുതി വെച്ചത്, വാട്ട് എവർ ഐ റോട്ട്, അത് തന്നെ എന്റെ മുന്നിൽ കൂടെ നടക്കുകയാണ്.
അത് തന്നെ എന്റെ മുന്നിൽ നടക്കുകയാണ്. അപ്പൊ അന്ന് ഇപ്പൊ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വൈഫൊക്കെ സ്ഥാപനത്തിലേക്ക് വന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ആള് വന്ന് കയറുമ്പോൾ ഒരു കല്യാണത്തിനുള്ള ആളാണ് സ്ഥാപനത്തിൽ മുഴുവൻ. എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ ഞാൻ ശരിക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഞാൻ ഇവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഓഫീസിനകത്തേക്ക് വന്നിട്ട് ഞാൻ അഫർമേഷൻ ഒക്കെ എഴുതുന്ന ഓഫീസിനകത്ത് ഇരുന്നിട്ടാണ്. അപ്പൊ ആ ബുക്ക് തുറന്ന് കാണിച്ചപ്പോ എന്റെ സ്ഥാപനത്തിലേക്ക് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്ന് പറഞ്ഞ അഫർമേഷനാണ് എഴുതി വെച്ചത്. ഇത് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പുള്ളിക്കാരത്തിനെ വിളിച്ചോണ്ട് വന്ന് കാണിച്ചു കൊടുത്തു. അത് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ അത്ഭുതപ്പെട്ട് അത്ര ഇതായി പോയി. എന്നിട്ട് അപ്പൊ ഞാൻ അതിന് പൈസേനെ ഞാൻ അതിൽ വാല്യൂ ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. പൈസയല്ല, കാരണം ഞാൻ ഇവിടെ എന്താണോ എഴുതി വെച്ചത്, ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, അതിற்கு മേലെ ഒരു കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. അവര് ചെയ്ത തെറാപ്പീസോ അല്ലെങ്കിൽ അവരടച്ച ഇത്ര എമൗണ്ട് ഒന്നും ഞാൻ ഫോക്കസ്ഡ് ആയില്ല. ബട്ട് ഇത്രയും ആളുകള് ശൂന്യമായിട്ട് കിടന്ന ഒരു സ്ഥലത്തേക്ക് ടക്കടക്കേന്ന് ഇങ്ങനെ കയറി വരുന്ന കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു കാര്യം ഇവിടെ വർക്കൗട്ട് ആവുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഇത് അവിടം തൊട്ട് ഇങ്ങോട്ട് എനിക്ക് പിന്നെ നല്ല സ്റ്റാഫുകൾ വന്നു. ഈ ഇതേ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെയും ഇടയ്ക്ക് വീണ്ടും ഞാൻ ഡൗൺ ആയ സമയത്ത് ഇതേ സമയത്ത് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ഇതുപോലെ പറയുമായിരുന്നു. അന്നേരം ഷെയറിങ്ങിന്റെ ടൈമിലൊക്കെ പറയായിരുന്നു, ഹാജിറഹ്മാൻ വരുന്നത് എനിക്കൊരു മാലാഖ വരുന്ന പോലെയാണ്. ഈ മാലാഖ എപ്പോ വന്നാല് എനിക്ക് ഇതുപോലത്തെ മിറക്കിൾസ് ആണ് അന്നത്തെ ദിവസം പിന്നെ സംഭവിക്കുക. സെയിം ഡേ ഇതേപോലെ തന്നെ എനിക്ക് വീണ്ടും ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ അന്ന് തൊട്ട് എല്ലാം ഓക്കെ ആണെന്നല്ല, പിന്നീടും ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട്. ആ ഡൗൺ വന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ എനിക്ക് വന്നിട്ട് ഞാൻ ഒരു ദിവസം എനിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റാതായിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അത് നടക്കാതെയൊക്കെ വന്നിട്ട് ഞാൻ ഒരു ഓക്കെ അല്ലാതെ വണ്ടി എടുത്ത് ഞാനൊരു കായലിന്റെ സൈഡിൽ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് എങ്ങനെ ഇനി മുന്നോട്ട് എന്നൊക്കെയുള്ള പ്ലാനിങ്ങിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഈ മാലാഖ വന്നു. അന്നേരം തന്നെ വിളിച്ചു എന്നുള്ളതാണ്. അപ്പൊ തന്നെ ഞാൻ ലൈവില് കാണിച്ചു കൊടുത്തു, മാം എന്റെ ഫ്രണ്ടില് വെള്ളമാണ് മുഴുവൻ, ഞാൻ ഇങ്ങോട്ട് എടുത്ത് ചാടണോ വേണ്ടോ എന്നൊക്കെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് മാം വിളിക്കുന്നത്. അപ്പോഴിത് അന്നൊക്കെ ആ സമയങ്ങളിലാണ് ഈ മാഡം ചിരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരത്തിന്റെ ചിരി കാണുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ്, കാരണം അങ്ങനെ ചിരിക്കുകയേ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് എന്റെ മുന്നിൽ അങ്ങനെ ചിരിച്ചിട്ട് നമ്മളോട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതാണപ്പോ തന്നെ നമ്മൾ ക്ലിക്ക് എന്ന് പറഞ്ഞങ്ങ് മാറും ഭയങ്കരമായിട്ട്. കാരണം എനിക്കത് ഭയങ്കര ചേഞ്ച് ആയിരുന്നു, ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അതേപോലെ തന്നെ അന്നും അവിടെ നിർത്തി ആ കായലിന്റെ കരയിൽ ഇരുന്ന് ഇതേപോലെ സെയിം 1 to 1 ലാസ്റ്റ് 1 to 1 കണ്ടായിരുന്നത്. അന്നും എന്നെ ഹീൽ ചെയ്യിപ്പിച്ചു. അവിടെ ഇരുന്ന് ഹീൽ ചെയ്ത് വീണ്ടും ഇതേ സെയിം സിറ്റുവേഷൻ തന്നെ. ഞാൻ ചിലപ്പോ ഇത് പറയുമ്പോ ഞാനിത് അനുഭവിച്ച ആളായതുകൊണ്ട് എനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോ കേൾക്കുന്നവർ വിചാരിക്കും ചുമ്മാ പറയുന്നതായിരിക്കും എന്നൊക്കെ വിചാരിക്കും. കാരണം അന്നേ ദിവസം അപ്പൊ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നത് നമ്മളെ ആ ഒരു സെയിം വൈബുള്ള ആൾക്കാരാണല്ലോ, അവർക്കത് ഫീൽ ചെയ്യാനും അതിനൊക്കെ ഞാൻ ചിലതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാര് വരുന്നതും പോകുന്നതും ഒക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ മാമിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രാവലറൊക്കെ വരുന്നത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ഇപ്പൊ അറബ്സ് എന്ന് മാത്രമല്ല, ഇപ്പൊ ഒത്തിരി യൂറോപ്യൻ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ, ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ, അങ്ങനെ എല്ലാവരും വന്നിട്ട് വന്ന് എന്റെ സ്ഥാപനത്തിലേക്ക് പോകുന്ന ഭയങ്കര അഭിമാനവും ഭയങ്കര സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ് അത്. പിന്നീട് ഞാൻ പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഇനീഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫേസിലേക്ക് പിന്നീട് ഒരിക്കലും ഞാൻ പോയിട്ടില്ല. അത്രയും ഒരു ഡൗണിലേക്ക് ഞാൻ പോയിട്ടില്ലെന്ന് മാത്രമല്ല, അഥവാ എന്തെങ്കിലും ഡൗൺ, ഇന്നിപ്പം എല്ലാ ദിവസവും ബിസിനസ് അല്ലേ, ഒരേപോലെ ആയിരിക്കുമല്ലോ, കുറച്ചൊക്കെ ഡൗൺസ് ഉണ്ടാവാം, അപ്സ് ഉണ്ടാവാം. ബട്ട് ഇപ്പൊ എത്ര ഡൗൺ ഉണ്ടായെന്ന് പറഞ്ഞാലും അതിനെ നമ്മൾ മാനേജ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഓക്കെ, മെന്റലി ഇറ്റ്സ് ഓക്കെ, അത് ഓക്കെയാണ്, കുഴപ്പമില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് ഓക്കെ ആവും. അല്ലെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഇടാനും അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയിലാണ്. അപ്പൊ ഈ ചേഞ്ച് വന്നപ്പോ എനിക്ക് സംഭവിച്ചത്, എനിക്ക് ബിസിനസ്സിൽ മാത്രം കുറച്ച് ഗ്രോത്ത് ഉണ്ടായി, കുറച്ച് പൈസ വന്നു എന്നുള്ളതല്ല, ഇതെന്റെ ഫാമിലി റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. എന്റെ വൈഫിന്റെ മൂഡ് കംപ്ലീറ്റ് മാറി. ആളും EFTയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ അപ്പൊ എന്റെ തന്നെ ഒരു സീനിയർ ഇതൊരു ലൈഫ് കോച്ചിങ് സെഷൻ പോലെ അങ്ങനത്തെ ഒരു ചെറിയ ക്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പൊ വൈഫിനെ ആദ്യം അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പം വൈഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ജോയിൻ ചെയ്യുന്ന ഒരാളല്ല, ഭയങ്കര ഒരു വേറൊരു രീതിയിലുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരത്തി അതിൽ ജോയിൻ ചെയ്യാൻ സമ്മതിച്ചു. അതിൽ ജോയിൻ ചെയ്യുകയും പതുക്കെ ആളുടെ മൂടൊക്കെ മാറിയിട്ട് നമ്മുടെ വീട്ടിലെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവായി മാറി.
അപ്പൊ കുട്ടിയുടെ പഠനമൊക്കെ ഇടയ്ക്ക് നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു മാറ്റം വരാൻ തുടങ്ങി. നമ്മൾ രണ്ടുപേരും കൂടി അതിന് കുഞ്ഞിനെ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ടൈം കണ്ടെത്താൻ തുടങ്ങി. വൈഫിന്റെ മൂഡ് ഭയങ്കരമായിട്ട് മാറി, നന്നായി ഉറങ്ങാൻ തുടങ്ങി. ഇത് ഞങ്ങൾ രണ്ടുപേർക്കും ഒരേ രീതിയിൽ എനർജി ഭയങ്കര ഹൈ ആവാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്താലാണ് നമ്മളിലേക്ക് ഈ പോസിറ്റിവിറ്റി വരുന്നത്, അത് ഞങ്ങൾ ഇതിനെ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ മാക്സിമം അങ്ങനത്തെ നെഗറ്റിവിറ്റീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പഠിച്ചു. അങ്ങനെ അങ്ങനെ ആ ഇതിന് VFT ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്താണോ ആ സിറ്റുവേഷനിലേക്ക് പിന്നീട് ഇന്നേ വരെ നമുക്ക് തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല. ഒരു ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക്, നല്ല രീതിയിലേക്ക് ഒരു പോസിറ്റീവായിട്ട് മാറാൻ പറ്റി. Yeah. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹാജിരാമാവിന്റെ ഒക്കെ പേര് നമ്മള് ഇപ്പൊ വാട്സാപ്പിലൊക്കെ എപ്പോഴും ഒരു മെസ്സേജ് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അത്രയും ഒരു Very good. ചേഞ്ചസ് എനിക്ക് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ പറയാൻ നമ്മളെപ്പോഴും ആ മീറ്റിംഗിൽ ഇരിക്കുമ്പോഴും പറയാം, എന്റെ മാലാഖയാണ് ഹാജിരാമാവ് എന്നൊക്കെ പറയുമായിരുന്നു. All right. സോ നിങ്ങളിപ്പോൾ ഷെയർ ചെയ്യുന്ന കേൾക്കുമ്പോൾ വെച്ചാല് ഐ എം ലിറ്ററലി എന്താ പറയാ ഭയങ്കര ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ്, വല്ലാത്ത സന്തോഷമാണ് നിങ്ങളുടെ നമ്മളുടെ ഒരു പ്രോഗ്രാമിലേക്ക് ഒരാൾ വരുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുന്നു. നമ്മുടെ ടീം മെമ്പേഴ്സ് എസ്പെഷ്യലി നമ്മുടെ ഇതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നൽകുന്ന മെന്റേഴ്സ് ലൈക്ക് ഹാജറ, ഇങ്ങനെയുള്ള ആൾക്കാർ ഓരോരുത്തരും എന്താ പറയാ നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് ആ സർവീസ് കിട്ടുന്നു. നിങ്ങളതിൽ വളരെ ഹാപ്പിയാണ്. പിന്നെ നിങ്ങളുടെ ബിസിനസ് ഫ്ലറിഷ് ആവുന്നു, പേഴ്സണൽ ലൈഫ് ഫ്ലറിഷ് ആവും. ഇത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഇപ്പോൾ നമുക്ക് നൽകുന്ന ഒരു ഇൻസ്പിറേഷനാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും കാര്യങ്ങൾ ചെയ്യാനും. പിന്നെ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ഒരാളാണ്. സോ അത് സ്വാഭാവികമായിട്ടും അതിന്റെ സന്തോഷം വേറെ തന്നെയുണ്ട്. കാരണം അങ്ങനെയുള്ള സാധാരണ ആൾക്കാർക്ക് ഇതിലേക്ക് വരുന്ന ഭയങ്കര ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. പക്ഷെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത് അങ്ങനെയുള്ള മേഖലയിൽ കുറെ അതിന്റെ സയൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരാൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അപ്രീഷിയേറ്റ് ചെയ്യുന്ന പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എൻ അവാർഡ് ഫോർ us. And we literally take it as a responsibility at the same time, and we really cherish it and grateful for that. അപ്പോൾ ഇനി ചോദിക്കാനുള്ളൊരു കാര്യം, ഏറ്റവും കൂടുതൽ നല്ല രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക് ഏതാണ്? ഒന്ന് അഫർമേഷൻ പറഞ്ഞു, അതേപോലെ തന്നെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് ഓക്കെ ആവുക എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ പറഞ്ഞ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു മാജിക് ആണ്. ഇറ്റ്സ് ഓക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തു വരുമ്പോൾ സംഭവിക്കുന്ന ഒരു മാജിക് ആണ്. സോ അതുപോലെ വേറെ ഏത് ടെക്നിക്കാണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്? ലൈക്ക് ഫോർഗിവ്നെസ് ഓർ ലൈക്ക് ദോസ് കൈൻഡ് ഓഫ് തിങ്, ഈസ് ദേർ എനിത്തിങ് എൽസ്? എനിക്ക് ശരി. സാറ് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു അത് ഏത് ടെക്നിക്കാണ് എനിക്ക് ഏറ്റവും വർക്ക്ഔട്ട് ആയെന്നുള്ളത്. ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ടാക്കിയ ഒരു കാര്യം വെച്ചാല് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ടെക്നിക്കാണ് എന്നെ സംബന്ധിച്ച്. കാരണം വെച്ചാൽ ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. ഇപ്പൊ നമ്മളിപ്പോ രാവിലെ എണ്ണീറ്റ് ചിലപ്പോ ഒരു നമ്മളെ മൂഡ് അല്ലെങ്കിൽ നമ്മുടെ ശരീരമൊന്നും അത്ര ഓക്കെ അല്ല, നമ്മൾ കുറച്ച് ക്ഷീണമാണ് എങ്കിൽ പോലും അവിടെ ഇരുന്ന് ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വോയിസ് നമുക്ക് തന്നിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. സോ അത് നമ്മളൊന്ന് തുടങ്ങി അത് തീർന്നു കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഭയങ്കര ഹൈ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം പല പ്രാക്ടീസുകളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സെൽഫ് ലവ്, ഫോർഗിവ്നെസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ബട്ട് ചില സമയങ്ങളിൽ എല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എങ്കിലും ഞാൻ അവോയ്ഡ് ചെയ്യാത്ത ഒരേ ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും കിട്ടണ ഒരു പോസിറ്റിവിറ്റിയും ആ ഒരു എനർജി, ശരിക്കും പറഞ്ഞാൽ അത് ചില സമയത്ത് ഞാൻ വിചാരിക്കും ഇന്നത് ചെയ്യാത്തതിന്റെ ആയിരിക്കും കുറച്ചൊരു ഒരു പോസിറ്റിവിറ്റി കുറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മളിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര മിറാക്കിളായിരിക്കും. ചില സമയങ്ങളിൽ ഇപ്പൊ നമുക്ക് വാക്കുകൾക്ക് അതീതമായിട്ട് ഇപ്പൊ ഞാനീ പറഞ്ഞതെല്ലാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നടന്നതൊക്കെ പറയുന്നത്. ഇത് അതും അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ ആൾക്കാർ വിശ്വസിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ചില പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലേക്ക് വരുവാണ്. ചില കാര്യങ്ങൾ ഭയങ്കര അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ക്ലിനിക്കിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ, അപ്പൊ ഈ ഡോക്ടർ അവര് ജ്യോതിഷം കൂടെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കുറച്ച് ആളായിട്ട് വരുന്നില്ല ആള്. പക്ഷെ ആള് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ലതായിരുന്നു. കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുർവേദ ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. നാഡി പരീക്ഷ പോലുള്ള ട്രീറ്റ്മെന്റുകൾ വെച്ചാൽ നാഡി പിടിച്ച് നോക്കിയിട്ട് ശരീരത്തിന്റെ ഫുള്ള് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇതൊക്കെയാണ്. അപ്പൊ എല്ലാ ആൾക്കാരും ഒന്നും അത് പ്രാക്ടീസ് ചെയ്യില്ല. അപ്പം ആ ഡോക്ടർ പിന്നീട് വരണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ചും കൂടി പോസിറ്റീവ് ആണ് അവർ വരുന്നതൊക്കെ.
ഇപ്പൊ കുറെ നാളായിട്ട് ഒരു 4-5 മാസമായിട്ട് ആളായിട്ട് യാതൊരുവിധ കോൺടാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഒരു ദിവസം ഇപ്പൊ ഞാനിങ്ങനെ ഇതേക്കുറിച്ചിട്ടൊക്കെ ആലോചിക്കും. ഇപ്പം മാം ഒക്കെ പറയും നമുക്ക് കിട്ടിയിരിക്കുന്ന പോസിറ്റീവിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോഴും നെഗറ്റീവിലൊന്നും ഫോക്കസ് ചെയ്യാണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ച് അപ്പൊ എന്റെ മൈൻഡിൽ ഇതുപോലെ 1-2 ദിവസമായിട്ട് ആള് ഒന്ന് കോൺടാക്ട് ചെയ്താൽ കൊള്ളാം എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ കോൺടാക്ട് ചെയ്തില്ല. ഇങ്ങനെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം രാവിലെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നു ഡോക്ടർ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചോണ്ട് ആ ഡോക്ടർ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നു. ആ, ഇത് വേണ്ട ഹെൽപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഒരു ഫാമിലി, അവർ ഓസ്ട്രേലിയയിലുള്ള 4 പേരുടെ ഒരു ഫാമിലി, അവർക്ക് ആയുർവേദം വേണം, ഒരു 1 മന്ത് വന്ന് നമ്മുടെ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് വേറൊരു മിറാക്കിൾ. അപ്പൊ അങ്ങനെ അവർ ഇങ്ങോട്ട് നമ്മൾ ആഗ്രഹിച്ച ആള് ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ അതുപോലെ തന്നെ കുറെ കാര്യങ്ങള് എന്തൊക്കെയാണോ ഇപ്പൊ ഞാൻ ഇപ്പൊ സ്ഥാപനത്തിനെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ ലീഗൽ പ്രൊസീജിയറിലൊക്കെ 1-2 ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഒരു ഇൻസ്പെക്ഷന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങുന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം എന്ന തരത്തിലൊക്കെയുള്ള ചെറിയ ചെറിയ പേപ്പർ വർക്കുകൾ ഒക്കെ കറക്റ്റ് ആവാനുണ്ടായിരുന്നു. ഇത് ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയാവുമല്ലോ. ഞാൻ ആ പേടിച്ചോണ്ടിരുന്ന എന്താണോ ഇത് ആരൊക്കെ വരുമെന്നാണ് നമ്മളൊരു ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും. ഇങ്ങനെ അവര് ഇപ്പം കോർപ്പറേഷനിൽ നിന്നൊക്കെയുള്ള ഒഫീഷ്യൽസ് വരുന്നതും ഇതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് ഇത് തന്നെ നടന്നിട്ടുണ്ട്. ആൾക്കാർ വന്നു, ഇതെല്ലാം എടുത്ത് നോക്കി, പക്ഷെ അത് പ്രശ്നമൊന്നും ആകാതെ കണ്ണിക്കൊള്ളേണ്ടത് സൈഡിൽ കൂടെ ഒക്കെ പോയി അവര് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടാവുന്ന ഗ്രാന്റുകളെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പേടിച്ചൊരു കാര്യം അത് വളരെ സിമ്പിൾ ആയിട്ട് അതങ്ങ് പോയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ പേടിച്ചോണ്ടിരുന്ന ഒരു കാര്യമാണ്, പക്ഷെ അവർ വന്നു. ബട്ട് അങ്ങനെ ഒരു കാര്യമേ നടന്നില്ല. വളരെ പോസിറ്റീവായിട്ട് അത് മാറുകയും ചെയ്തു. നമുക്ക് വളരെ എന്താ പറയാ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, അതെ അതെ കുറെ അത് ആൾക്കാരെ അതായത് കിട്ടി. അതെ അതെ പലപ്പോഴും എന്ന് വെച്ചാല് അപകടങ്ങൾ വരുന്നത് മാറും എന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ എന്താ പറയാ അതെ അതെ അങ്ങനെയുള്ള കുറെ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള മിറക്കിൾസ് എന്ന് നമ്മൾ വിളിക്കും. ഇത് ആക്ച്വലി മിറക്കിൾസ് അല്ല. അതെ ദിസ് അതെ ഇസ് നോർമൽ ലൈഫ്. അതെ നമുക്കിത് മിറക്കിൾ ആകുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റെയർലി സംഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. കാരണം നമ്മളിൽ അധികം ആൾക്കാരും നമ്മുടെ എനർജി ചാർട്ട് പ്രകാരം നമ്മൾ ബിലോ 200 എനർജി ഫ്രീക്വൻസിയുടെ താഴെയാണ് നമ്മൾ അധികം ആൾക്കാരും ജീവിക്കുന്നത്. നിങ്ങൾ എന്താ വെച്ചാൽ ഹീലിംഗ് ഒക്കെ നടന്നപ്പോൾ എനർജി ലെവൽ ഷിഫ്റ്റ് ആയി. സോ ആ സമയത്ത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ യു ആർ എൻറ്ററിങ് ഇൻ ടു ഫ്ലോ സ്റ്റേറ്റ്. ഒരു ഭയങ്കര ഫോഴ്സ് എന്ന് പറയുന്നതിന് പകരം എന്താ പറയുക പവർ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സംഗതികൾ കൂടുതൽ കാണാൻ കഴിയും. ആ കാര്യങ്ങൾ അനുകൂലമായി 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 വരും. And how business is going right now, like how it is going, like profit is it came back to the profit and all those kind of things, how things are going now? ഇപ്പം ഓക്കെയാണ്, പ്രോഫിറ്റബിൾ ആണ്. Okay, ഞാൻ പറയില്ലേ ആ ഒരു പഴയ സിറ്റുവേഷനിലേക്ക് പിന്നീട് ഞങ്ങൾ ഒരിക്കലും പോയിട്ടില്ല. പോയിട്ടില്ല. കുറഞ്ഞു ഇപ്പം ഡൗൺസ് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ അത്രയും അതിനെക്കുറിച്ച് വറീഡായി ഭയങ്കര ബുദ്ധിമുട്ടായി മാനസിക പ്രശ്നത്തിലേക്ക് ഒന്നും പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. അത് അപ്പൊ തന്നെ നമ്മൾ മേക്കപ്പ് ചെയ്ത് ഓക്കെ ആക്കി കൊണ്ടുപോകുന്നുണ്ട്. സെയിം സിറ്റി ഇപ്പോഴും നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. കാരണം വെച്ചാൽ ഇപ്പൊ നോമ്പിന്റെ കാലമാണ്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ടൂറിസം വർക്കൗട്ട് ആവാത്ത ഒരു ഓഫ് സീസൺ ആണ് ഇപ്പൊ നമ്മൾ റൺ ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടിലായി പോയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മുന്നോട്ട് നീങ്ങാൻ അത്രയ്ക്കും പാടുപെട്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് ഒരു ബാലൻസ് ഷീറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരിയും മാർച്ചും ഒക്കെ ഏറ്റവും ഡള്ളായിട്ടുള്ള ടൈമാണ്. പക്ഷെ ഈ സമയത്ത് അത് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും കുറച്ച് വേഗത്തിൽ നമുക്ക് എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്ത് പോയ മന്തായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയും കാര്യങ്ങളൊക്കെ. ഇതുപോലെ തന്നെ മാർച്ചിലും പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും സാലറി മറ്റു കാര്യങ്ങളും എല്ലാം വളരെ ഇതിലായിട്ട് തന്നെ ആക്കിയിട്ട് സമാധാനത്തിൽ ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലാണുള്ളത്, പത്തനംതിട്ടയാണുള്ളത്. കഴിഞ്ഞ വർഷം ഒന്നും ഇങ്ങനെ ഒരു സമാധാനത്തിലെങ്കിൽ ഒരു സ്ഥലത്തേക്കോ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. ഇപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി. ഇനിയിപ്പോ ഞങ്ങൾ തിരിച്ച് ഇപ്പൊ എറണാകുളം പോകുന്നത് ഒരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് ആക്ച്വലി. അവിടെ ഓക്കെ ഓക്കെ ആയിട്ട് നടന്നോളും എന്നുള്ള ഒരു ഫീലിലേക്ക് മാറി ആ കാര്യങ്ങളൊക്കെ നല്ല അതെ രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ വെരി ഗുഡ്. സോ നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ്, നിങ്ങൾക്ക് ലിമിറ്റ് ബിലീഫ് എന്താണെന്നുള്ളത് നമ്മുടെ കോഴ്സിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ? ലിമിറ്റ് അതെ ബിലീഫിനെ അതെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പം ഏത് ലിമിറ്റിംഗ് ബിലീഫാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ലിമിറ്റിംഗ് ബിലീഫ് ഏതെങ്കിലും ഉണ്ടോ? ആൻഡ് അത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി എന്ന് തോന്നിയ കാര്യങ്ങൾ? എനിക്ക് ഉണ്ട്. അത് ആക്ച്വലി മണി റിലേറ്റഡ് ആയിരുന്നു അത് എന്റെ. കാരണം വെച്ചാൽ എനിക്ക് എപ്പോഴും അത് ഒരു സമയത്ത് ഈ 1-to-1 ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷന്റെ ടൈമിലൊക്കെയാണ് ഹാജിറ മാം ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞത്. കാരണം എനിക്കൊരു മണി ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല രീതിയിൽ.
അപ്പൊ എനിക്ക് തന്നെ ഒരു ഇതുണ്ട്, ഒരു പരിധി കൂടുതലൊക്കെ പൈസ എങ്ങനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പെർ ഡേ ഒക്കെ ഇത്രയും രീതിയിലേക്കൊക്കെ പോകുമോ, അത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് എനിക്കെന്തോ മണി വരുന്നില്ല. അതെന്താണ് എന്നൊക്കെ എപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എന്റെ മുൻകാല അനുഭവങ്ങളും എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസും ആണ് അതിനുള്ള ഒരു കാരണമെന്നും അതിനെ ഹീൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് പഴയ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്ക് മണി ബ്ലോക്ക് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്ന റീസൺസിനെ അതിനെ എടുത്തിട്ട് ഹീൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ വലിയ കാര്യമില്ലല്ലോ, നമ്മൾ മാനസികമായിട്ട് കുറച്ച് ഓക്കെ ആവും, പക്ഷെ ഇതെങ്ങനെ ഇതിൽ മണി അതിന് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അത് ഹീൽ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ പറഞ്ഞ റിസൾട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. ആഹ് അപ്പൊ അപ്പൊ എനിക്കത് മനസ്സിലായി. എന്താ പറയാ, ആ ഒരു ഒരു ട്രോമ നമ്മുടെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ അതിനെ മാറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മണിയെന്നല്ല എല്ലാ ബ്ലോക്കും മാറിയിട്ട് നമ്മൾ തന്നെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്ത് വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് കാര്യമായിട്ട് ഇത് മനസ്സിലായി. അപ്പം ആ ട്രോമാസ് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് വരാൻ തുടങ്ങിയതും. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എവിടെ നിന്നൊക്കെയോ കോൾസ് വരുന്നു, എവിടെ നിന്നൊക്കെയോ കസ്റ്റമേഴ്സ് വരുന്നു. അങ്ങനെ ഒരു ദിവസം നമുക്ക് പ്ലാനിങ് ഉണ്ടാവും, ഇത്ര കസ്റ്റമേഴ്സ് വരും, ഇന്ന ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്കത് അറിയാം ഇവര് എക്സ്പെക്റ്റഡ് ആണ് വരും എന്നുള്ളത്. ഇത് നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ വിട്ടിട്ട് എവിടെ നിന്നൊക്കെ വരുവാണ്, ഒരു ബുക്കിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരെയും വരുന്നതൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും അങ്ങനെയുള്ള ഒരു റിസൾട്ടൊക്കെ. ഇപ്പം എന്റെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്റെ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അത്ര പോസിറ്റീവ് കമന്റ്സ് ആണ് വരുന്നത്. എന്നെ തന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇനീഷ്യലി ഒക്കെ ആൾക്കാരോട് അങ്ങോട്ട് പോയി പറഞ്ഞ് ഒരു കമന്റ് ചെയ്യുവോ, 5 സ്റ്റാർ ഇടുവോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരിക്കുമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യം പോലും ഇല്ലാത്ത രീതിയിൽ ആൾക്കാർ അത്ര ഹാപ്പി ആയിട്ട് വന്ന്, നിങ്ങൾക്ക് റിവ്യൂ ഉണ്ടോ, ഞാൻ ഇതിൽ പറഞ്ഞുതരാം, ഞാൻ വീഡിയോ തരണോ, എന്റെ ബൈറ്റ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ തന്നെ ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ്. ഞാൻ കുറെ വീഡിയോസ് ഒക്കെ അങ്ങനെ ആൾക്കാരുടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ടെസ്റ്റിമോണിയൽ വീഡിയോസ് ഒക്കെ. അപ്പൊ എന്റെ പേജിലൊക്കെ ഞാനത് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഗൂഗിളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ഇട്ടിട്ട് ആ സമയത്ത് വന്ന് പോയ ആൾക്കാരൊക്കെ വീണ്ടും റിപ്പീറ്റ് വരുന്നുണ്ട്. കുറേ ഇപ്പൊ മലേഷ്യൻ ഗ്രൂപ്പ് കുറെ റിപ്പീറ്റ് വന്നു. സെക്കൻഡ് ടൈമിൽ അവർ കേരളത്തിൽ വന്നിട്ട് നമ്മുടെ സ്ഥാപനം ചോദിച്ച് അങ്ങനെ അവരുടെ ഏജൻസി ത്രൂ അങ്ങനെ വന്നിട്ടുണ്ട്. വീണ്ടും ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെ 2 ഗ്രൂപ്പ് വന്നിട്ട് പോയി. രണ്ടാമത് ഇപ്പൊ സിംഗപ്പൂർ എന്നുള്ളൊരു ഹസ്ബൻഡും വൈഫും, അവർക്ക് അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് അവരിപ്പം എന്റെ ഗൂഗിളിൽ ഒരു കമന്റ് ഒക്കെ ഇട്ടിട്ട് പോയി, സെക്കൻഡ് ടൈം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ബിസിനസ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, കാരണം എന്റെ ലൈഫ്, എന്റെ കൂടുതൽ ഭാഗം, ഞാൻ എന്റെ ഒരു ദിവസത്തിലെ കൂടുതൽ ടൈം ഒരു 80 to 90% ചെലവഴിക്കുന്നത് എന്റെ സ്ഥാപനത്തിലാണ്. വളരെ കുറച്ച് സമയമുള്ളൂ ഞാൻ വീട്ടിൽ പോയിട്ട് ഉറങ്ങാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ടൈം, ഫാമിലി ടൈം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് സമയത്തേ ഉള്ളൂ. ബാക്കി എല്ലാ ടൈമിലും ഞാൻ എന്റെ സ്ഥാപനത്തിലും അല്ല അതുമായിട്ടുള്ള ഒരു ലൈഫിലാണ് ഞാൻ പോകുന്നത്. അപ്പൊ എന്റെ ഒരു സങ്കടങ്ങളായാലും സന്തോഷമായാലും ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കൂടുതലും വരുന്നത്. സോ അതാണ് ഞാൻ എപ്പോഴും ഇതിനെ കുറിച്ച് തന്നെ പറയുന്നത്. അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ വരുന്നത്. തീർച്ചയായിട്ടും. ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ലൈക്ക് സ്റ്റാഫ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത്രയും നല്ല റിവ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സർവീസ് അവർക്ക് കിട്ടാം, അല്ലെ? സോ നിങ്ങളുടെ ഒരു ഓവറോൾ സ്ട്രെസ്സും ഔട്ട്ലുക്കും മൊത്തം ചേഞ്ച് ആവുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ സംസാര രീതി മാറിയിട്ടുണ്ടാകും. സ്റ്റാഫിനോട് പെരുമാറുന്നതാണെങ്കിലും ശരി, ക്ലയൻസിനോട് ഡീൽ ചെയ്യുന്നതാണെങ്കിലും ശരി, നിങ്ങൾ ക്യാരി ചെയ്യുന്ന എനർജി മാറിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ഓഫീസിലേക്ക് കയറുമ്പോൾ ഉള്ള എനർജി, ആ എനർജിയാണ് ഇതിന്റെ ഒരു സോള്, നിങ്ങളുടെ ബിസിനസിന്റെ ഒരു സോള്. So it starts with you, and then that energy spreads, among the people, and that creates a beautiful positive impact. അങ്ങനെ ഒരു സാധനം തോന്നിയിട്ടുണ്ടോ? ഡു യു ഫീൽ ലൈക്ക് ദാറ്റ്? തീർച്ചയായിട്ടും 100%. ആക്ച്വലി ഈ ചില ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ സ്ഥാപനത്തിലേക്ക് ചെന്ന് കയറുന്നതേ ടെൻഷനോട് കൂടിയാണ് കയറുന്നത്. അപ്പൊ എനിക്ക് അവിടെ ഇരിക്കുന്ന, അപ്പം റിസപ്ഷനൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ വേറെ കോൾ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും. അപ്പൊ അവരോട് നമ്മൾ അന്നേരം വഴക്ക് പറയാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചാൽ അതൊക്കെ മാറിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു എനർജി ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തിരിച്ചും അത് തന്നെ അവരുടെ ഭാഗത്തുനിന്നും അവര് നമ്മൾ പറയാണ്ട് തന്നെ കുറെ കാര്യങ്ങൾ അവർ തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നു. നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കേണ്ട പല കാര്യങ്ങളും അവർ അതിനു മുന്നേ തന്നെ അവർ പൂർത്തീകരിച്ചു തരുന്നു. അങ്ങനെയുള്ള ക്ലൈന്റ് ഡീലിങ്സ് ഒക്കെ അവർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ചൊരു കാര്യം, ഇപ്പൊ ഞാൻ സംസാരിച്ചാലേ ഓക്കെ ആവുള്ളൂ, ഇതൊക്കെയുള്ള ഒരു ചിന്താഗതി എനിക്കുണ്ടായിരുന്നു.
ഇപ്പോൾ ക്ലയൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം പുറമേ ഉള്ള ആൾക്കാർക്ക് ആയുർവേദത്തിനെ കുറിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഓരോ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്ന ഇന്ന പാക്കേജ് ആണ്, അതിന്റെ ഡ്യൂറേഷൻ ഇങ്ങനെയാണ്, ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നമ്മളൊരു 10-15 മിനിറ്റ് സംസാരിച്ചതിന് ശേഷമായിരിക്കും അവർ ഏതെങ്കിലുമൊക്കെ ഒരു വാക്ക് ഇൻ മാനറിൽ അവർ ഒരു ഷോർട്ട് ടൈം കോഴ്സിൽ ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പൊ ഇത് ഞാൻ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്നൊക്കെയുള്ള ചിന്താഗതി, പൊട്ട ചിന്താഗതി എനിക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സ്റ്റാഫൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അത്രയും വലിയ പേയ്മെന്റ് ഒന്നും അടയ്ക്കത്തില്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പതിയെ പതിയെ ഞാൻ അവിടെ ഫ്രീ ആയിട്ട് കസേരയിൽ വെറുതെ ഇരിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിരുന്നു. ഇവര് തന്നെ വന്ന് അവര് സംസാരിച്ച് അവരെ ഡീൽ ചെയ്ത് അവര് കൊണ്ടുപോയി വളരെ അവരെ ഹാപ്പി ആയിക്കൊണ്ട് തിരിച്ച് എന്റെ അടുത്ത് കൊണ്ടുതരുന്നത്. അപ്പൊ ആഹാ. ഇതും കൂടെ കഴിഞ്ഞ് തെറാപ്പി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും അവര് ഭയങ്കര സന്തോഷമായിട്ടായിരിക്കും വരുന്നത്. ആഹ് അവര് ഈ പറയുന്ന പോലെ ഗസ്റ്റുകളാണെങ്കിലും കുറെ ടയേർഡ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് അവരും വരുന്നത്. ബോഡി പെയിൻ ആയിക്കോട്ടെ, അല്ലാതെ അവർക്ക് ഉറക്കമില്ല, ഭയങ്കര തലവേദന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിട്ടായിരിക്കും വരാം. സോ ഈ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ 2 മണിക്കൂറുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി അവരും ഒരു പുതിയ ആളായിട്ട് വരുന്നു എന്നൊക്കെ ഉള്ള ഒരു ഫീലാണ് അവർക്ക്. അപ്പൊ അതും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇവർക്ക് ഒരു ഹെർബൽ കോഫി ഒക്കെ കൊടുക്കും ലാസ്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക്. സോ ഇതുകൂടെ ഒക്കെ കുടിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. പിന്നെ ഞാൻ വെറുതെ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി, അവർ അപ്പൊ തന്നെ റിവ്യൂവോ എന്താണോ വേണ്ടതെന്നൊക്കെ അവർ ഇങ്ങോട്ട് തന്നെ ചോദിച്ചു തരുന്ന ഒരു അവസ്ഥയിലൊക്കെ. അപ്പൊ എന്റെ ഓരോ സ്റ്റാഫുകളുടെ പേരെടുത്ത് പറഞ്ഞൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട് പലരും. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അപ്പൊ എനിക്കത് മനസ്സിലായി. കാരണം വെച്ചാൽ നമ്മളുടെ ഉള്ളിലാണ് ഈ പറയണ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആണെങ്കിലും എന്തായാലും. അപ്പൊ ഇത് നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ഇരിക്കുന്നോ അത് നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് വരും. നമ്മളിലേക്ക് വരുന്ന ഗസ്റ്റുകൾ ആയിക്കോട്ടെ ആരാണെങ്കിലും അത്രയും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് അതിന് മുന്നേ കുറച്ചു നാൾ മുന്നേ നമ്മളവിടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയ ഏജൻസിക്കാരുണ്ട്. അവര് ക്ലയന്റ് വന്നിട്ട് ഹാപ്പി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഏജൻസിക്കാരുടെ തന്നെ പ്രശ്നമായിരുന്നു. നമ്മൾ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തൊക്കെയാണ്. ബട്ട് അവർ കൂടുതൽ കമ്മീഷൻ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി അവർ മറ്റു ഗ്രൂപ്പുകളിലൊക്കെ മോശമായിട്ടുള്ള റിവ്യൂ ഇടുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നം ഉണ്ടാക്കിയ ഏജൻസിക്കാർ തന്നെ തിരികെ വന്നിട്ട് അവരും അതിനേക്കാൾ കൂടുതൽ ബിസിനസ് തരുന്നതും അവർ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് ആകുന്നൊക്കെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയ്ക്ക് നടന്നത്. അതൊക്കെ ഞാൻ ഭയങ്കര അത്ഭുതത്തോടെയാണ് കണ്ടത്. എന്താണ് സംഭവിക്കുന്നതൊക്കെ ഓർത്തിട്ട്. ആണല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളിപ്പോ ഈ തന്ന ഫീ ഒന്നും പോരാ. ശരിയാ ശരിയാ. അല്ലെ, വളരെയധികം സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പം ഇനി എന്നാണ് അഡ്വാൻസ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാ? അഡ്വാൻസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. തീർച്ചയായും തീർച്ചയായും നമുക്ക് ചെയ്യണമെന്നുണ്ട്. അഡ്വാൻസ് സ്റ്റാർട്ട് അതിനു മുന്നേ ഉണ്ടാവുമ്പോൾ വൈഫിനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. തീർച്ചയായും അപ്പൊ അതിലേക്ക് വരണല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും കാരണം ഞാൻ വൈഫ് ഇത് മുഴുവൻ കാണും. വൈഫ് ആണെങ്കിൽ ആക്ച്വലി EFT ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ ഈ പറയുന്ന ഷെയറിംഗ് ആണ് പുള്ളിക്കാരി ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പൊ ഞങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് നാട്ടിലേക്കൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇത് പറയുമ്പോ തന്നെ പുള്ളിക്കാരി ഭയങ്കര ആവേശത്തോടെ ഇരിക്കും. എന്താണ്. അപ്പൊ ഇത് മാത്രമേ കണ്ടുള്ളൂ. ഇത് മാത്രം കണ്ടുകൊണ്ട് തന്നെ ചാർജ് ആയിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പൊ ഞാന് എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേ, EFT ചെയ്ത് നോക്കുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാം എന്നൊക്കെയുള്ള രീതിയിലേക്കാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വൈഫിനെ കൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആളവിടെ ഉണ്ടോ ഇപ്പോ? ആളുണ്ട്, പക്ഷെ ഉറക്കത്തിലാണ്. അതെ അതെ അതെ, കുഴപ്പമില്ല കുഴപ്പമില്ല. നമുക്കൊരു ദിവസം ആള് തീർച്ചയായിട്ടും വരാം. നിങ്ങളിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നല്ല അല്ലെ നിങ്ങളുടെ ചേഞ്ച്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ആകെ ഇങ്ങോട്ട് മാറുകയാണല്ലോ കംപ്ലീറ്റ്ലി. സോ ഇത് അതെ ബിക്കം അതെ വെരി അതെ. പോസിറ്റീവ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി മറ്റത് ഈ പറഞ്ഞതുപോലെ നിങ്ങളോട് ഫൈനലായിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ കോഴ്സൊക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവരോട് ലൈക്ക് യുനോ എന്താണ് ലൈക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, ഓക്കെ നിങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ വല്ലതും നടക്കുമോ, അതേപോലെ തന്നെ ക്യാഷ് പോവോ, ഇതിപ്പോ വെറുതെ ഒരു സ്കാം ആവോ എന്നൊക്കെ ചിന്തിക്കുന്ന പല ആൾക്കാർ, ഈവൻ ഓൺലൈനിൽ ഇത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ അതെ ചിന്തിക്കുന്നുണ്ട്. സോ വട്ട് യു വാണ്ട് ടു ടെൽ ദം, ഒരു ഫൈനലി ഒരു മെസ്സേജ് എന്നുള്ള നിലയ്ക്ക് വട്ട് യു വാണ്ട് ടു ടെൽ? അതെ. ഇപ്പൊ ഞാന് ഇപ്പൊ സാറിന്റെ ആ ചോദ്യത്തിൽ തന്നെ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. ഇതൊക്കെ വർക്ക്ഔട്ട് ആവുമോ, ഇതെന്താണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതുപോലെ ഇതിൽ വന്നതിന് ശേഷം പോലും ഞാൻ ചില അവസരങ്ങളിൽ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഈ ചെയ്യുന്ന പ്രോസസ്സ് ഒക്കെ കണ്ടിട്ട് ഇതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഓർത്തിട്ട് ചെയ്യുന്നത്. പിന്നീട് ഞാൻ അതിനെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായി, പോസിറ്റീവായിട്ട് അനുഭവം ഉണ്ടായപ്പോൾ തന്നെ സംതിങ് ഈസ് ദെയർ, അവിടെ എന്തോ ഉണ്ടല്ലോ
എന്ന് കരുതും. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യൂലല്ലോ, അങ്ങനെ ഒരു ഇതല്ലല്ലോ എന്ന് കരുതിയിട്ട് അപ്പം എനിക്കതിനെ മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ ടാപ്പിംഗ് പോയിന്റുകളെല്ലാം തന്നെ ആക്ച്വലി നമ്മളിപ്പോൾ ആയുർവേദത്തിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നാഡീ ചികിത്സകളാണ് ശരിക്കും പറഞ്ഞാൽ. ആ ഉം. പറയുന്ന പോലെ ഓരോ ടാപ്പിംഗ് പോയിന്റും ഓരോ വൈറ്റൽ പോയിന്റ് ആണെന്നും ഈ വൈറ്റൽ പോയിന്റ് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ബോഡി സിസ്റ്റം സ്റ്റിമുലേറ്റഡ് ആവുമെന്നും ആ ഉം. ഇന്റേണൽ ബോഡി സിസ്റ്റംസ് നോർമലൈസ് ആകുമ്പോഴത്തേക്കും നമ്മളെ ബോഡി ആയിക്കോട്ടെ, നമ്മളെ മൈൻഡ് ആയിക്കോട്ടെ, ഇതെല്ലാം ഓക്കെ ആകുന്നുള്ള ശരിക്കും സയന്റിഫിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിനെ പിന്നീട് ഡൗട്ട് അടിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ പിന്നീട് അതിനെ എന്താ പറയാ, ഫോളോ ചെയ്താൽ മാത്രം മതി എന്ന ഞാൻ അതിനെ തീരുമാനിച്ച് അത് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ കണ്ട റിസൾട്ടുകളെല്ലാം തന്നെ വന്നത്. ഞാൻ Yeah. അവിടെ ഡൗട്ട് അടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഫീസ് അടച്ചിട്ട് ഡൗട്ട് അടിച്ച് അവിടെ ഇരിക്കുള്ളൂ. ഒരു ഉം. സമയത്ത് അത് ഓക്കെ ആവാൻ പോകുന്നില്ല. ബട്ട് എന്നെ സംബന്ധിച്ചപ്പോൾ എന്റെ ലൈഫിൽ ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിക്കുന്നത്, അല്ല നമ്മൾ എന്ത് കാര്യം, നമുക്ക് ഒരുപാട് ഡ്രീംസും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. ബട്ട് ഈ ആഗ്രഹങ്ങളുമായിട്ട് ജീവിക്കാനാണോ നമ്മൾ ഇരിക്കുന്നത്, അതോ ഈ ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ ഒരു ആക്ഷൻ എടുക്കാനാണോ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എന്റെ ആഗ്രഹവും അല്ലെങ്കിൽ എന്റെ ഡ്രീംസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തു, ഒരു ആക്ഷൻ എടുത്തു. സോ അതാണ് EFT എന്ന് പറയുന്നത്. അതൊരു ആക്ഷനാണ്. സോ ആ ആക്ഷൻ ഞാൻ എടുത്തപ്പോൾ എനിക്കതിൽ റിസൾട്ട് വന്നു. ഞാൻ ഇതിനെ ഡൗട്ട് അടിച്ചുകൊണ്ട് ആക്ഷൻ എടുക്കുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു റിസൾട്ടും വരാനും പോകുന്നില്ല, ഒരു ചേഞ്ചും വരാനും പോകുന്നില്ല. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞല്ലോ, ഇപ്പൊ EFT എന്നായിക്കോട്ടെ, അല്ലെ ഏത് ടെക്നിക്ക്, നമ്മുടെ ഈ ചുറ്റുപാട് ഒരുപാട് കാര്യങ്ങളും തെറാപ്പീസും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. ബട്ട് ഇതിൽ ഏതാണോ നമ്മൾ എടുക്കുന്നത്, EFT എടുത്തു, EFT എടുത്തെങ്കിൽ സോ അതിൽ ആ ഒരു ആക്ഷൻ നമ്മൾ എടുത്തിട്ട് അതിനെ നമ്മൾ ചെയ്യാൻ വില്ലിങ് ആവണം. നമ്മൾ ആ ഒരു ആക്ഷനിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, ഡിസിഷൻ എടുത്തു. ഞാൻ അതിനെ ഫോളോ ചെയ്ത് അതിനെ പ്രാവർത്തികമാക്കി. അതിന്റെ റിസൾട്ടുകൾ ഇന്നും എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, അതിന്റെ ഒരു പോസിറ്റിവിറ്റി. സോ ഇപ്പൊ ഇതിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഇതിൽ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ വന്നു ഇതിൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ 100% കമ്മിറ്റഡ് ആയിട്ട് തന്നെ ചെയ്യുക. അത് വളരെ നിർബന്ധമാണ്. കാരണം വെച്ചാൽ ആ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതുപോലെ തന്നെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അത് എന്ത് കാര്യമാണെന്ന് പറഞ്ഞാൽ. ബട്ട് ആ ഒരു രീതിയിൽ അതിനെ നന്നായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അതിനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഭയങ്കരമായിട്ട് ഇതുപോലെ പറയാൻ തുടങ്ങും. കാരണം നമുക്കൊരു ഒരു ലെവൽ പോലും ഇല്ലാതെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറും. കാരണം അതിന് അനുഭവസ്ഥനാണ് ഞാൻ, അതിന് അനുഭവസ്ഥനാണ് ഞാൻ. ഇത്രയും കോൺഷ്യസ് ആയിട്ട് ഇപ്പൊ സംസാരിക്കണം, ഓരോന്ന് കേൾക്കുന്നില്ല, എന്തോ കട്ടായി നിന്നു. ഹലോ, ഓർത്തെടുത്ത് സംസാരിക്കുന്നതാണ്. അന്നൊക്കെ ഇതിന്റെ ഷെയറിനൊക്കെ കേട്ടിട്ട്, കാരണം ആ രീതിയിലാണ്. ഇപ്പൊ കേൾക്കാമോ? ഓക്കെ അല്ലേ? ഹലോ എന്താ പറഞ്ഞത്? എന്തോ ലാസ്റ്റ് എന്തോ പറഞ്ഞു. ഹലോ പറഞ്ഞോളൂ. ഹലോ, കട്ടായി. ഹലോ കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്തോ നമ്മള് എന്തൊരു ആ കാര്യം എടുത്തു കഴിഞ്ഞാലും നമ്മൾ അതിനെ ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ 100% അതിന് റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ഇതിനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. ഞാൻ വന്നു, കുറച്ചൊക്കെ ചിന്തിച്ചു, പിന്നീട് ഞാൻ ആക്ഷൻ എടുത്തപ്പോൾ ഈ റിസൾട്ട് ആയി. സോ അതാണ് എനിക്ക് അതായത് എല്ലാവരോടും 100% പറയാനുള്ളത്. ട്രസ്റ്റ് ചെയ്യുക. അതെ, ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. ട്രസ്റ്റ് ദ പ്രോസസ് അല്ലേ? അത് എത്രത്തോളം അതെ അതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് അതെ അതെ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും പല ആൾക്കാരും നമ്മുടെ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ ട്രസ്റ്റ് ചെയ്യാൻ ചില ഇത് കുറവാണ്. പക്ഷെ ഇഫ് യു ജസ്റ്റ് ട്രൈ ആൻഡ് ട്രസ്റ്റ്, സബ്മിറ്റ് ചെയ്യാന്ന് ഞാൻ എപ്പോഴും അതെ പറയുന്നതാണ്. പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നല്ല റിസൾട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സബ്മിഷൻ നടക്കണം. അപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക. ദെൻ വൺസ് യു ട്രസ്റ്റ്, നിങ്ങൾ നേരത്തെ പറഞ്ഞു വന്നപ്പോഴേ കട്ടായത്, അതായത് അൺലിമിറ്റഡ് ആയിട്ട് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നോൺ സ്റ്റോപ്പ് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തോ പോയി എന്ന് പറഞ്ഞു അത് അതെ അതെ തുടക്കത്തിൽ അതെ ഷെയർ ചെയ്യുമ്പോ അല്ലെ, അങ്ങനെ എന്തോന്ന് അതെ പറഞ്ഞു അതെ 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 തുടക്കത്തിൽ ശരിക്കും എന്തോ നിങ്ങൾ വളരെ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാല് അത്രയും നമ്മൾ അതിന്റെ ഇൻഫൈനൈറ്റ് രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ടീമിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് ഓവറോൾ ടീമിന്റെ സപ്പോർട്ട്. അയ്യോ, അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയാം, എനിക്ക് ആ ഒരു 1-to-1 കിട്ടിയത് കൊണ്ടും പിന്നെ അപാരമായ ക്ഷമയാണ് എല്ലാവർക്കും. ഭയങ്കര ക്ഷമയും വളരെ എന്താ പറയാ പീസ്ഫുൾ ആയിട്ടാണ്. കാരണം വെച്ചാല് നമ്മൾ ഓൾറെഡി ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം.
അപ്പോഴാണ് ചില സമയത്ത് ഇതുപോലെ ടാപ്പ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ഒക്കെ തോന്നും. ഇനീഷ്യലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അത്രയും അങ്ങോട്ട് ഇൻവോൾവ് അല്ലല്ലോ. അപ്പം അവര് വന്ന് ഇപ്പം ഹാജിറ മാമിന്റെ ഒക്കെ അങ്ങനത്തെ ഒരു പ്രസൻസ് ആണ് നമ്മളെ ഒരു ഒരു പരിധി വരെയെങ്കിലും അതിനെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യിപ്പിച്ച് കൂടുതൽ അതിലേക്ക് വർക്ക് ചെയ്യാനായിട്ടൊക്കെ എന്താ പറയുന്നത്, നമ്മൾ ഒരു പ്രചോദനമായതൊക്കെ തന്നെ. അപ്പൊ അപ്പം നമ്മൾ അവരോട് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അത് നമുക്ക് പാലിക്കാതിരിക്കാൻ പറ്റൂല. കാരണം അത്രയും സിൻസിയർ ആയിട്ടാണ് അവർ നമ്മളോട് ഇടപെടുന്നത്. അപ്പൊ അപ്പം നമ്മളോട് തന്നെ ചോദിച്ചിട്ടാണ് ടൈം ഒക്കെ ഫിക്സ് ചെയ്യുന്നതും അതെങ്ങനെയാണെന്ന് നമ്മളൊക്കെ ഇത് എല്ലാം അറിഞ്ഞതിനും ശേഷമൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ആ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ നിന്നൊന്നും മാറിപ്പോകാനായിട്ടൊന്നും നമുക്ക് തോന്നൂല. കാരണം അത്രയും സിൻസിയർ ആണ് അവര്. അപ്പൊ നമ്മളത് പാലിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയൊക്കെ വരും. അപ്പോഴത്തേക്കിനും ഉറപ്പായിട്ടും ഒരു അവരോട് തന്നെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പ്രോസസ്സിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ആകുക. അപ്പം 100% എന്നെ സംബന്ധിച്ച് ടീമിന്റെ അവരുടെ ഒരു പ്രസൻസ് ഭയങ്കരമായിരുന്നു. എന്നെ സംബന്ധിച്ചത് ഭയങ്കരമായിരുന്നു. EFT എന്റെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് കയറാൻ ഹെൽപ്പ് ചെയ്തത് ആ ഒരു ടീമിന്റെ തന്നെ എഫേർട്ട് തന്നെയാണ്. സോ ആരോടാ നന്ദി പറയാനുള്ളത്? നിങ്ങളുടെ ഏട്ടനോട്, അല്ലെങ്കിൽ അങ്ങനെ ആരോടൊക്കെയാണ് ഇനി നിങ്ങൾക്ക് നന്ദി പറയാനുള്ളത്? നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് നമുക്ക് പതിയെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഓഡിയൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനി ക്വസ്റ്റ്യൻസ് യു ഹാവ്, നിങ്ങൾക്ക് ആർക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കാം. ദാറ്റ് ഈസ് ആൾസോ ദെയർ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ റെഡി ആയിട്ട് പറഞ്ഞോളൂ. സോ വിപിൻ, whom you want to show the gratitude, just share that. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഭയങ്കര പവർഫുൾ ടെക്നിക്കാണ് നിങ്ങൾ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും ഫൈനലി നമുക്ക് എന്ത് ചെയ്യാൻ തീർച്ചയായിട്ടും. പറഞ്ഞോളൂ. ഞാൻ ഈ പറഞ്ഞ മാതിരി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ എല്ലാ ആൾക്കാരോടും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. കാരണം ഞാനിപ്പോൾ രാവിലെ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് എനിക്ക് രാവിലെ എണീറ്റിരുന്ന് സംസാരിക്കാൻ പറ്റിയതിന് പ്രപഞ്ച ശക്തിയോട് ആദ്യം തന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ്. ദൈവത്തിനോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ എന്നെ ഈ കോഴ്സിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ബ്രദറാണ്. അദ്ദേഹത്തിനോട് ഭയങ്കരമായ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇപ്പൊ ഷാഫി സാറ്, അതുപോലെ ഹാജിറ മാം, അസ്മ എന്ന് പറഞ്ഞ മാം, അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ടീമിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, ഇവരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ എന്നെ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാവരോടും എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയോട്. ഒപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്ത സമയത്ത് ആ സെയിമിലുണ്ടായ ബാച്ച്മേറ്റ്സ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും നമ്മളൊരു ഗ്രൂപ്പ് ആയിരുന്നു പരസ്പരം. അപ്പൊ അവരോട് എല്ലാവരോടും തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. കാരണം ഞാൻ ഈ പറയുന്ന പോലെ തന്നെ അവരും പറയുന്നത് ഞാനും കേൾക്കുന്നുണ്ട്. സോ അത് തന്നെ പരസ്പരം ഒരു എനർജി എന്താ പറയാ, ട്രാൻസ്മിഷൻ നടക്കണം. അവര് പറയുമ്പോൾ തന്നെ നമ്മളും ഒരു പോസിറ്റീവ് ആകുന്നുണ്ട്. ആ ബാച്ചിലുള്ള എല്ലാ ആൾക്കാരോടും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിൽ വന്നതിന് ശേഷം വളരെ എന്തൊരു ചെറിയ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു കല്ലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കരടായിക്കോട്ടെ, അതിനോടൊക്കെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത്ര പവർഫുൾ ഉള്ള ഒരു കാര്യമാണെന്ന് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ ചുറ്റുപാടും കാണുന്ന എല്ലാ കാര്യങ്ങളോടും ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതിലെനിക്ക് മനസ്സിലായത് അത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതുപോലുള്ള അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എനിക്കത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് വിപിൻ. എനിബഡി വാണ്ട്സ് ടു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇതൊരു അവസരമാണ്. ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ആൻഡ് വിപിൻ പ്രത്യേകം പറയട്ടെ, നിങ്ങളുടെ ഇന്നത്തെ സെഷൻ കേട്ടിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് ഇനിയും ഒരു 100 ബാച്ച് 1000 ബാച്ച് റൺ ചെയ്യാനുള്ള ഒരു എനർജി ഇപ്പൊ കിട്ടി. തീർച്ചയായിട്ടും വെരി മോട്ടിവേറ്റിംഗ്, വെരി ഇൻസ്പയറിംഗ്. നിങ്ങൾ ശരിക്കും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ്. യു ഷുഡ് എന്താ പറയാ, യു ഷുഡ് ടോക്ക് അബൌട്ട് ദിസ് മോർ. ഇത് മാത്രമല്ല, യു ക്യാൻ എന്താ പറയാ, ഒരു ദ വേ യു ടോക്ക്, ഇറ്റ്സ് ആക്ച്വലി ഭയങ്കര പവർഫുൾ ആണ്. അപ്പൊ അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആ എനർജി കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ ഇവർക്കൊക്കെ എല്ലാവർക്കും 2 ടാപ്പ് ചെയ്താൽ മതി, ടാപ്പ് ചെയ്യാനുള്ള ഒരു മൂഡ് ഇപ്പൊ കയറിയിട്ടുണ്ടോ? താങ്ക് യു വിപിൻ ഫോർ യുവർ ഇൻസ്പയറിംഗ് ടോക്ക്. റിയലി ഇത് ഞങ്ങളെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈവൻ ഫോർ യുവർ ബിസിനസ് ഓൾസോ. സോ വിപിന്റെ എറണാകുളത്തെ സ്ഥാപനം ഏതാണെന്നൊന്ന് പറയാമോ? എറണാകുളത്ത് മൊജാസ എന്നാണ് പേര്. മൊജാസ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദിക് ക്ലിനിക്. എവിടെയാണ്? അതെ, വൈറ്റിലേക്ക് അടുത്താണ്, ലേക്ക് ഷോർ ഹോസ്പിറ്റലിന്റെ ഒക്കെ അടുത്തായിട്ടാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. തീർച്ചയായിട്ടും ഒരു ദിവസം ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാം. ഐ വിൽ വിസിറ്റ് there. Sure. You're always welcome. Right. I will be planning to come to Cochin, and then when I come, I will visit there. Okay. Sure. Thank you. It's my pleasure. Definitely. നമുക്ക് നോമ്പൊക്കെ കഴിയട്ടെ, നോമ്പ് കഴിഞ്ഞിട്ട് നോക്കാം. ആയിക്കോട്ടെ. വിപിൻ നമ്പറോട് ഒന്ന് പറയുമോ? Would you please give the mobile number? Yeah, പറയാം.
62 Yes. 820 820 77 77 590. 590. Thank you. ആ, Thank you. okay. ഓൾ റൈറ്റ്. പറഞ്ഞതുപോലെ ഇനി ആർക്കെങ്കിലും എനി ക്വസ്റ്റ്യൻസ്, എനിബഡി വൺസ് ടു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷനെ കുറിച്ച് എന്താ വെച്ചാൽ നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഒരു ഫീഡ്ബാക്ക് അല്ല ഇതിൽ നിന്നുള്ള ലേണിങ്സ് നിങ്ങൾ മനസ്സിലാക്കിയതൊക്കെ ഉണ്ടാകും. എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് സെക്ഷനിൽ എന്തായാലും ഇന്നത്തെ ഈ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ഇപ്പൊ ഫീൽ ചെയ്യുന്ന ഫീലിങ്സിനെ പറ്റി പറയാം. ബിക്കോസ് അതാണ് നമ്മളൊരു ഗസ്റ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബിഗസ്റ്റ് അപ്രീസിയേഷൻ ആൻഡ് റെക്കഗ്നീഷൻ. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് എങ്ങനെ ഉണ്ടായിരുന്ന സെഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറയാം. അതേപോലെ തന്നെ ജസ്റ്റ് എന്ത് ഷെയർ ചെയ്യാം. രതി പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വിപിൻ സാറിന്റെ റിസൾട്ട് അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് തന്നതിന് പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സംസാരം. കാരണം അതിങ്ങനെ ഒഴുകി 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 ഇങ്ങനെ നമുക്ക് കേട്ടാലും മതി വരണില്ല ശരിക്കും. നല്ലൊരു റിസൾട്ട്. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ആയിത്തീരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് പുതിയ ബാച്ചാണ്. അപ്പോൾ ഇതുപോലുള്ള ഷെയറിങ് തന്നെയാണ് നമുക്കുള്ള ഒരു ഇൻസ്പിറേഷൻ. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നതിന് നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ഷാഫി സാറിനോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. Thank you, Radhi ma'am, sharing Thank your you. experience. And see, this is what happens. ഇനിയും നിങ്ങൾ ഒരിക്കൽ വീണ്ടും വരണം. You should come here as a guest. പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. പിന്നെ ഞാനൊരു ചെറിയൊരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, EFT നിങ്ങളുടെ ക്ലയൻസിന് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് അല്ലെങ്കിൽ ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? ഡിഡ് യു ഇൻട്രൊഡ്യൂസ് ദിസ് ഓർ നിങ്ങൾ അവിടെ നിങ്ങളുടെ ഇതിന്റെ പാർട്ടായിട്ട് ചെയ്തു കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഒക്കെ തോന്നിയിട്ടുണ്ടോ? ശരിക്കും തോന്നിയിട്ടുണ്ട് സാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ സാർ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ എന്റെ ബ്രദറിനോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ സ്റ്റാർട്ട് ചെയ്ത് ഇതിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞ സമയത്തേക്ക്, കാരണം ഞാൻ എൻ്റെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദിക് ക്ലിനിക് എന്നാണ്. അപ്പൊ ജസ്റ്റ് ഒരു ആയുർവേദിക് ക്ലിനിക് എന്നുള്ളതല്ല, കാരണം ഞാൻ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ റീസെന്റ് അതെല്ലാം ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ മ്യൂസിക് തെറാപ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ യോഗ, മെഡിറ്റേഷൻ പോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യിക്കുന്നുണ്ടായിരുന്നു ഡോക്ടേഴ്സിനെ കൊണ്ട് തന്നെ. സോ അതുപോലെ തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഭയങ്കരമായ പോസിറ്റീവ് കാര്യമാണ് ഇത് എന്ന് ഞാൻ ബ്രദറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മെന്ററിന്റെ അടുത്ത് പറ, ഷാഫി സാറുമായിട്ട് ഒരു 1-to-1 എപ്പോഴെങ്കിലും ചോദിക്കുവാണെങ്കിൽ കിട്ടുമായിരിക്കും, സാറിനോട് സംസാരിച്ചൊക്കെ നോക്ക്. അപ്പൊ എന്നെ സംബന്ധിച്ച് സാറ് ഭയങ്കര ഹൈയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ നമുക്കങ്ങനെ ഫോണിലോ അല്ലെങ്കിൽ അല്ലാതായിട്ടോ ആകെ കൂടി ഞാൻ കാണുന്ന ഇതുപോലെ തന്നെ ഗ്രൂപ്പിൽ വന്നിരുന്ന സാറ് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതായിട്ടുള്ളൊരു മിംഗ്ലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഇതുപോലെ തന്നെ ക്ലാസ്സിൽ എന്തൊക്കെയോ ഷെയർ ചെയ്യുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഒരു കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അപ്പൊ അന്ന് ഞാൻ ആഗ്രഹിച്ചാണ് സത്യം പറഞ്ഞാല് അതൊക്കെ ഒന്ന് സാറ് നമ്മുടെ സ്ഥാപനത്തിൽ വരാനൊക്കെ പറ്റുമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചത്. എന്റെ ആ ആഗ്രഹമാണ് സാർ ഇപ്പൊ ഇങ്ങോട്ട് പറയുന്നത്. All right, again manifestation and miracles. All right, so anyway, let it happen. I'm really excited to come. നിങ്ങൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. ഡെഫിനറ്റ്ലി I'm interested to explore the possibilities. എന്താ പറയുക, അതെങ്ങനെ അവിടെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് 1-to-1 എടുക്കാം. ഹജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളൂ. നമുക്ക് എന്ത് ചെയ്യാം, I will give you a 1-to-1 and we will discuss the possibilities and നിങ്ങളുടെ അത് നമുക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. Okay? Definitely. Let's do it. Okay. Well, I'm really excited. Thank you so much for sir. being Thank you. here and coming here. എൻ്റെ മനസ്സിൽ ഇതേപോലെ എന്താ വെച്ചാൽ പല ട്രീറ്റ്മെന്റ് എനിക്ക് ഈ പറഞ്ഞ എൻ്റെ ബൈ ദ വേ ഞാനൊരു എനിക്ക് 3 പാഷൻ ഉണ്ടെന്ന് പറഞ്ഞതിൽ ഞാൻ പറയുന്ന ഒരു ഒന്നാമത്തെ പാഷൻ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ്, കോച്ചിങ്, ഹീലിംഗ് ഇങ്ങനെയുള്ള മേഖലകളാണ്. ബട്ട് ദ സെക്കൻഡ് പാഷൻ ഇസ് ലൈക്ക് അനദർ വിച്ച് ഇസ് ലൈക്ക് ഫോട്ടോഗ്രാഫി ആൻഡ് ലൈക്ക് വീഡിയോ, ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. അല്ലെങ്കിൽ സെക്കൻഡ് അടുത്ത അതേപോലെ വരുന്നൊരു സാധനമാണ് ലൈക്ക് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ മസാജ്, ഇങ്ങനെയുള്ള സംഗതികളുണ്ട്. ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. ഈവൻ ഞാൻ CEO കോച്ചിങ് കൊടുക്കുന്ന സമയത്ത് EFT കൊടുക്കും. അതേപോലെ തന്നെ ഇവർക്ക് ചില ടൈപ്പ് ഓഫ് എന്താ പറയുക, അവരെ റിലാക്സ് ചെയ്യുന്ന, അവരുടെ ഹോൾ ബോഡി റിലാക്സ് ചെയ്യുന്ന ചില സംഗതികൾ ചെയ്യാറുണ്ട്. ഫിസിയോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ചില സംഗതികൾ. ബട്ട് എന്താ പറയുക, ഐ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഈ ഒരു സ്ഥാപനം, ഇത്തരത്തിലുള്ള സ്ഥാപനം എൻ്റെ മനസ്സിൽ എന്താ പറയുക പലതവണ ഇങ്ങനെയുള്ള സംഗതികൾ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിലുള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ EFT ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്തുകൂടെ എന്നുള്ള ഒരുപാട് തോട്ട്സ് വരാറുണ്ട്. അപ്പോഴാണ് ലൈക്ക്
ആ തോട്ട്സ് അവിടെ കിടക്കുമ്പോഴാണ് ലൈക്ക് യു ആർ ലൈക്ക് കമ്മിങ് അപ്പ് വിത്ത് ദിസ് ഐഡിയ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. I'm really excited what can be done together. Anyway, thank you ഞാൻ so much. അതുപോലെ ഒരു കാര്യം കൂടി എന്ന് സൂചിപ്പിക്കട്ടെ സർ. ഒരു Yes. കാര്യം കൂടി, അതായത് നമ്മൾ ഇതിനകത്തിൽ തന്നെ ഫോറിനേഴ്സ് മാത്രമല്ല, നമ്മളൊരു കോർപ്പറേറ്റ് വെൽനസ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻഫോ പാർക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പല കമ്പനീസിൽ നമ്മൾ ഫ്രീ ക്യാമ്പയിൻസ്, ആയുർവേദിക് മെഡിക്കൽ ക്യാമ്പ്സ് കൊടുക്കുകയും അവർക്ക് ട്രീറ്റ്മെന്റ് നമ്മുടെ അവിടെ വന്ന് ചെയ്യുന്ന രീതിയിലേക്ക്. കാരണം അവർക്ക് ഭയങ്കര റിലാക്സിങ് ആണ്. എല്ലാവരും തന്നെ നടുവേദന അങ്ങനെയൊക്കെ കുറെ പ്രോബ്ലംസിൽ അപ്പൊ കൂടുതലും സ്ട്രെസ് ആണ്. അപ്പൊ അത് നമുക്ക് അവിടെ വന്ന് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ശിരോധാര പോലുള്ള കാര്യങ്ങൾ, നാഡി പരീക്ഷയൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിൽ ഭയങ്കര ഇതുണ്ട്. അപ്പൊ അതിനകത്തിൽ ഒക്കെ നമുക്ക് ഇത് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തീർച്ചയായും. മിക്ക ആൾക്കാരുടെയും പ്രോബ്ലമാണ് ഉറക്കമില്ലായ്മ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. സോ ഇതിലൊക്കെ ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കരമാണ്. ഇപ്പൊ നമുക്ക് പൈസ കിട്ടുന്നതിനേക്കാൾ ഭയങ്കര സന്തോഷമാണ് ഈ വരുന്ന ക്ലയൻസിന്റെ സന്തോഷവും നമ്മളെ അടുത്തുള്ള ഇടപെടുകയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു ഇതാണ് വരുന്നത് ശരിക്കും തീർച്ചയായും. പറഞ്ഞാൽ. തീർച്ചയായും. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ EFT പഠിച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആ ഒരു തെറാപ്പി ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ തന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് സത്യത്തിൽ ആ തീർച്ചയായും. ഇനീഷ്യൽ ടൈമിലൊക്കെ. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അത് സാറ് തന്നെ ഇങ്ങോട്ട് പറയുന്നതാണോ എന്ന് എനിക്കത് ഭയങ്കര Definitely. കാരണം നിങ്ങൾ യു ആർ ഇൻ ടു മെഡിക്കൽ ഫീൽഡ്, റൈറ്റ്? സോ അതെ നിങ്ങളെപ്പോലുള്ള അതെ ആൾക്കാർക്ക് ഇതിനെന്ന് വെച്ചാൽ ചെയ്യുമ്പം ഈ ഒരു മെത്തേഡിന് ഈ ഒരു അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ മേഖലയ്ക്ക് തന്നെ കിട്ടുന്ന ഒരു റെക്കഗ്നേഷനും കൂടിയാണ്. കൂടുതൽ Yes, sir. അക്സെപ്റ്റൻസും എന്താ പറയുക ഇൻഡസ്ട്രിയിലും മാർക്കറ്റിലും ലൈക്ക് ഇറ്റ് വിൽ ബി മോർ അക്സെപ്റ്റഡ് ആൻഡ് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരുന്നത് കാരണമാകും. സോ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് വാട്ട് യു ഹാവ് ഡൺ ടുഡേ ആൻഡ് ഡെഫിനറ്റ്ലി ഇൻ ദ ഫ്യൂച്ചർ പ്ലീസ് പെർസ്യൂ ഇറ്റ്. അതിനെക്കുറിച്ച് പഠിക്കൂ, കാര്യങ്ങൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും എൻ്റെ ഭാഗത്തുണ്ടാവും. എനിവേ നമുക്ക് 1-to-1 ഡിസ്കഷൻ Sure, sure. പോസിബിലിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. Anyway, thank you so much Okay, for sir. coming here once again, Vipin, and all the team members and all the members here coming here. Thank you so much. It was wonderful session. നിങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അമേസിംഗ്, ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. അമേസിംഗ് റിസൾട്ട് ഷെയറിംഗ്. താങ്ക് യു സോ മച്ച്. വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഗുഡ്. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹാപ്പി സൺഡേ. എൻജോയ് വിത്ത് യുവർ ഫാമിലി ഓർ ലൈക്ക് നോമ്പ് സ്പിരിച്വൽ പ്രാക്ടീസുമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. ഡു ദാറ്റ് ആൻഡ് ലെറ്റ്സ് ഹാവ് എ ഗ്രേറ്റ് ലൈഫ്. ലെറ്റ്സ് ബിൽഡ് ഇറ്റ് ടുഗെദർ ആൻഡ് ഗോ ഫോർ a better tomorrow. Thank you so much once again, Vipin, and all the team members for making this happen. Thank you, everyone. Thank you, mentors. Thank you, coordinators, everybody, Ranjit, everyone. Thank you. Thank you so much. Have a great day. Thank you, sir. Thank you. താങ്ക് യു വെരി മച്ച്. Thank you. നല്ലൊരു കണ്ടസ്റ്റിനെ പരിചയം. Thank you, sir. Thank you.